ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. കൊടിയ അഴിമതി നടത്തിയിട്ട് നിയമം മറയായി പറയരുതെന്ന് ഇന്ത്യയുടെ പരമോന്നത കോടതി പറഞ്ഞിരിക്കുന്നു. ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് ന്യൂസ് ഇന്ന് പരിശോധിക്കുന്നത്. ന്യൂസ് ആൻഡ് ന്യൂസ് പരിശോധിക്കുന്നത് കൊടിയ അഴിമതികൾ നടത്തിയിട്ട് നിയമത്തിന്റെ വശങ്ങൾ പറഞ്ഞ് മാറി നിൽക്കുന്നത് ശരിയാണോ എന്ന സുപ്രീം കോടതിയുടെ പരാമർശത്തിന്റെ അന്തസത്തയാണ്, അതിന്റെ ആഴമാണ്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് ഡോക്ടർ എ സമ്പത്ത് MP, ഒപ്പം പി ശ്രീകുമാർ ജന്മഭൂമി, PM സുരേഷ് ബാബു അഡ്വക്കേറ്റ് ആണ്, കോൺഗ്രസ് നേതാവാണ്, ഒപ്പം നിയമവിദഗ്ധൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും. ആദ്യം ഡോക്ടർ സമ്പത്ത് MPയിലേക്ക് തന്നെ പോകുന്നു. ഡോക്ടർ സമ്പത്ത്, എങ്ങനെ കാണുന്നു? അക്ഷരാർത്ഥത്തിൽ ഒരു ഭരണകൂടം കോടതിക്ക് മുന്നിൽ പെട്ടുപോകുന്നതായി തോന്നിയോ? ഒപ്പം ഈ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരൻ ചോദിക്കുന്നത് പോലെയുള്ള ചോദ്യങ്ങളല്ലേ കോടതി ഇന്ന് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചത്? ഇവിടെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ ഈ ചർച്ചകൾ അത് ഈ അടുത്തിടെ തുടങ്ങിയതല്ല. 2 വർഷമായി വളരെ ദുരൂഹമായ ഒരു ഇടപാടായി ഈ റഫേൽ ഡീൽ നമ്മുടെ പ്രതിരോധ മേഖലയെ മാത്രമല്ല സമൂഹത്തെ മൊത്തത്തിൽ ചൂഴ്ന്നു നിൽക്കുകയാണ്. ഞാനതിൻ്റെ നാൾവഴികളിലേക്കൊന്നും കിടക്കുന്നില്ല, ആരുടെയും സമയം ഞാൻ അപഹരിക്കുന്നില്ല, ഞാനൊരു തർക്കത്തിനും തയ്യാറല്ല. ഇന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വാദം എന്തായിരുന്നു? മോഷ്ടിക്കപ്പെട്ട രേഖകളാണ് എന്നുള്ളതാണ്. ഈ മോഷ്ടിക്കപ്പെട്ട രേഖകൾ കോടതിയിൽ ഹാജരാക്കിക്കൂടാ എന്ന് ഇന്ത്യൻ തെളിവ് നിയമത്തിൽ ഒരിടത്തും പറയുന്നില്ല. ഇന്ത്യൻ തെളിവ് നിയമത്തെ ആധാരമാക്കി നിരവധി കേസുകളിൽ എല്ലാ കോടതികളും, താഴെ സാധാരണ ഞങ്ങൾ ഈ മജിസ്ട്രേറ്റ് മുനിസിപ്പൽ കോടതികളെന്ന് പറയുന്നത് മുതൽ സുപ്രീം കോടതി വരെ അതിൻ്റെ സാധുതയെ ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല. മോഷ്ടിക്കപ്പെട്ടതാണ് എങ്കിൽ അത് നിയമം ആ വഴിക്ക് വേറെ ആലോചിക്കേണ്ടതായിട്ടുണ്ട്, ആ നടപടികളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള സംശയങ്ങൾ, ശരി, ആ സംശയങ്ങൾ മോഷ്ടിക്കപ്പെട്ട രേഖയെക്കുറിച്ചാവാം, പക്ഷെ തള്ളിക്കളയാനായി കഴിയില്ല. ഇന്ന് സുപ്രീം കോടതി ചോദിച്ച ഒരു കാര്യമുണ്ട്. സുപ്രീം കോടതി ഇക്കാര്യത്തെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വാദം വന്നപ്പോൾ സുപ്രീം കോടതി പറയുകയുണ്ടായി, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വാദം തന്നെ നമുക്ക് പാകിസ്ഥാന് F-16 യുദ്ധവിമാനങ്ങൾ ഉള്ളത് കൊണ്ട് വി നീഡ് റഫേൽ എന്നുള്ളതാണ്. പക്ഷെ സുപ്രീം കോടതി ചോദിച്ചത് എന്താണ്? ഇഫ് ദെയർ ഇസ് എ ക്വസ്റ്റ്യൻ ഓഫ് കറപ്ഷൻ, അഴിമതിയെ സംബന്ധിച്ചൊരു ചോദ്യമുണ്ട് എങ്കിൽ, ക്യാൻ എനിവൺ ടേക്ക് ഷെൽട്ടർ അണ്ടർ ദ ആർഗ്യുമെൻ്റ് ഓഫ് നാഷണൽ സെക്യൂരിറ്റി? ദേശീയ സുരക്ഷിതത്വത്തിൻ്റെ പേരിൽ ആർക്കെങ്കിലും അതൊരു മറയാക്കാൻ, അങ്ങനെ അഭയം തേടാനായി കഴിയുമോ എന്നുള്ളത്? കഴിയില്ല എന്നുള്ളത് തന്നെയാണ് സാമാന്യ ജനങ്ങളുടെ എല്ലാം യുക്തിയിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ചിന്ത. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങളിൽ ഒളിച്ചുകളി നടത്തുന്നത് വാസ്തവത്തിൽ അച്ഛൻ പത്തായത്തിലുമില്ല എന്ന് പറയുന്നത് പോലെയാണ്. അതൊരു കൊച്ചു കുട്ടിയാണ് പറയുന്നതെങ്കിൽ കുട്ടിയുടെ നിഷ്കളങ്കത കൊണ്ടും കുട്ടിയോട് രക്ഷകർത്താവ് അങ്ങനെ ആവശ്യപ്പെട്ടത് കൊണ്ടും പറയുന്നതാണ് എന്ന് പറയാം. ഒരു പ്രധാനമന്ത്രി പറയുകയാണ്, ഈ റഫേൽ യുദ്ധവിമാനം ഉണ്ടായിരുന്നെങ്കിൽ, റഫേൽ യുദ്ധവിമാനം അടുത്തിടെ ഏതു രാജ്യമാണ് ഏത് വിധത്തിലുള്ള ഇന്ത്യക്ക് സമാനമായ അതിർത്തികളിലും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലും അത്തരമൊരു യുദ്ധോപകരണം ഉപയോഗിച്ച് അതിൻ്റെ മേൽക്കൈ നേടിയത്? ഇറാഖിൻ്റെ മേൽ അമേരിക്ക നടത്തിയിട്ടുള്ള അധിനിവേശ കാലത്ത് അവർ ഉപയോഗിച്ചത് മറ്റു പല യുദ്ധവിമാനങ്ങളുമാണ്. മറ്റു പല രാജ്യങ്ങളും ഇത്തരം സ്വാഭാവികമായ ഒരു കാര്യമുണ്ട്, യുദ്ധസമാനമായ അന്തരീക്ഷമോ യുദ്ധമോ ഉണ്ടായാൽ മാത്രമേ ലോകത്ത് ആയുധ കച്ചവടം പൊടിപിടിക്കാനായി കഴിയൂ, ഇല്ലെങ്കിൽ പൊടി പിടിച്ച് കിടക്കും. അമേരിക്കൻ ഐക്യനാടുകൾ പോലെയുള്ള പല രാജ്യങ്ങളുടെയും ദേശീയ വരുമാനത്തിൻ്റെ വലിയൊരു പങ്ക് വരുന്നത് അവിടെ ഈ ആയുധ വ്യവസായങ്ങൾ പുഷ്ടിപ്പെട്ട് തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം VK കൃഷ്ണമേനോൻ്റെ കാലത്ത് തന്നെ മുന്നോട്ട് വെച്ചൊരാശയമാണ് നമ്മുടെ ഇൻഡിജനൈസേഷൻ, ഇന്ത്യയുടെ ഡിഫൻസ് എക്യുപ്മെൻസിൻ്റെ നമ്മുടെ ആഭ്യന്തരമായ ഉൽപ്പാദനം. തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഇത് അടുത്ത കാലത്തൊന്നും തന്നെ ഇന്ത്യയുടെ 3 സേനാ വിഭാഗങ്ങൾക്കും ആവശ്യമായിട്ടുള്ള യുദ്ധ ഉപകരണങ്ങളുടെ 25% പോലും നാം ഇവിടെ എങ്ങും ഉൽപ്പാദിപ്പിക്കാനായി പോകുന്നില്ല. കാരണം ഈ ഒരുപാട് നിക്ഷിപ്ത താല്പര്യങ്ങൾ ചൂഴ്ന്നു നിൽക്കുന്ന മേഖലയാണ് ഈ പറയുന്ന പ്രതിരോധ മേഖല. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആംസ് ബാസ്ക്കറ്റാണ്, ഏറ്റവും വലിയ ആയുധ കുട്ടയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. സൗദി അറേബ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ. ഇന്ത്യ എന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഡിഫൻസ് ഡീലാണ് റഫേൽ ആയുധ ഇടപാട് എന്ന കാര്യം കൂടി മറന്നു പോകരുത്. റഫേലിന് വേണ്ടി ഇപ്പോൾ ഇന്ത്യയിൽ വക്കാലത്തെടുത്തിട്ടുള്ളത് മറ്റാരുമല്ല, പ്രധാനമന്ത്രി തന്നെയാണ്.
ചോദിക്കുകയാണ്, എന്തിനു വേണ്ടിയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് മറ്റുള്ള ആളുകളെയെല്ലാം, മറ്റുള്ള ഓഫീസർമാരെയും ഓഫീസുകളെയും ബൈപ്പാസ് ചെയ്തുകൊണ്ട് നേരിട്ട് അത്തരത്തിൽ ഇടപെടുന്നത്? അംബാനിയെ സംരക്ഷിക്കണം, അംബാനിയെ വളർത്തണം, അതുകൊണ്ട് അംബാനി കുടുംബത്തിൻ്റെയും കോർപ്പറേറ്റുകളിൽ നിന്ന് കിട്ടുന്നതായ പണം BJPയുടേതായിട്ടുള്ള അവരുടെ ഈ ഖജനാവിലേക്ക് എത്തും എന്നുള്ളത് കൊണ്ടാണ് എങ്കിൽ ഇതിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ കേന്ദ്ര മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽ തന്നെ BJPയുടെ ഡി ഫാക്ടോ ട്രഷററാണ്. BJP എന്ന ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ ഖജാൻജി യഥാർത്ഥത്തിൽ പീയൂഷ് ഗോയൽ അല്ല എങ്കിലും BJPയുടെ നേരത്തെ ഖജാൻജി ആയിരുന്ന മനുഷ്യന്റെ പുത്രൻ എന്നുള്ള നിലയിൽ ഇന്ത്യയിലും പുറത്തുമുള്ള കോർപ്പറേറ്റുകളുടെ അത്തരത്തിലുള്ള പണമിടപാടുകൾ BJPയുടെ ഖജനാവിലേക്ക് വരുന്നതിന് അദ്ദേഹം തന്നെയാണ് ഇത്തരം കാര്യങ്ങളിലെല്ലാം. മറ്റു വിവരങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. സമ്പത്ത്, ഞാനൊരു സംശയം കൂടി അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ്. ഈ കഴിഞ്ഞ ഡിസംബർ 14 ഒരു പക്ഷേ സുപ്രീം കോടതി തന്നെ ഈ വിഷയത്തിൽ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത്. ഇത് ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, കോടതി ഇതിനുള്ളിൽ ഇടപെടുന്നില്ല. അങ്ങനെ പറയാനൊരു കാരണം, നമുക്ക് സാധാരണക്കാർക്ക് എപ്പോഴും അപ്രാപ്യമായി നിൽക്കുന്ന സീല് വെച്ച കവറുകൾ അത് കേന്ദ്രം സുപ്രീം കോടതിയിൽ നൽകിയിരുന്നു. അതിൽ കൃത്യമായി പറയുന്നത് CAG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പാർലമെന്റിന്റെ അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നാണ്. അത് കൂടി കണക്കിലെടുത്തുകൊണ്ട് സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി പ്രസ്താവിക്കുന്നു. അന്ന് വൈകിട്ട് തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രശാന്ത് ഭൂഷണും മാധ്യമങ്ങളോട് പറയുന്നു അങ്ങനെ ഒരു സാധനമേ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന്. പിന്നെ അതിന്റെ ഒരു തിരുത്തൽ ഹർജി കൂടി കോടതിയിൽ ഇവർ കൊടുക്കുകയാണ്. ഞങ്ങൾ ഉദ്ദേശിച്ചത് CAG റിപ്പോർട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്, കോടതി അത് തെറ്റിദ്ധരിച്ചതാണ്, അത് ഉടൻ പാർലമെന്റിലേക്ക് എത്തുമെന്നും. ഇതുകൂടി വളരെ ഗൗരവമായി കൂട്ടിച്ചേർക്കപ്പെടുന്നു. ഇപ്പോൾ കോടതി തന്നെ പറയുന്നു ദേശസുരക്ഷയുടെ മുഖം മൂടിയാണ് ഈ വിഷയത്തെ മറയ്ക്കാൻ ശ്രമിക്കരുത് എന്ന് പറയേണ്ട സാഹചര്യത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നു. സമ്പത്ത്, അതെ, എന്നെക്കാൾ മുതിർന്ന അഭിഭാഷകൻ കൂടിയായിട്ടുള്ള ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, മുൻ പാർലമെന്റ് അംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നെക്കാൾ കൂടുതൽ അനുഭവ സമ്പത്ത് കോടതി മുറികളിലുള്ള മുതിർന്ന അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹം. ഈ കാര്യത്തെ സംബന്ധിച്ച് വിശദമായി പറയട്ടെ. ഞാനൊരു കാര്യം പറയാം. വാസ്തവത്തിൽ സുപ്രീം കോടതിയെ, അപെക്സ് കോർട്ടിനെ കേന്ദ്ര ഗവൺമെന്റ് ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. തീർച്ചയായും ഒരു CAG റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. CAG റിപ്പോർട്ട് ഞങ്ങൾ പാർലമെന്റ് അംഗങ്ങൾക്ക് ലഭിച്ചത് ഏറ്റവും ഒടുവിലത്തെ പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാനത്തെ ദിവസം ഞങ്ങൾ വന്ദേമാതരം ചൊല്ലി പിരിയുന്നതിന് ശേഷമാണ് ലഭിക്കുന്നത്. അത്തരമൊരു റിപ്പോർട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി മുമ്പാകെ ഇനി അത് ചർച്ചയ്ക്കായി വരാൻ ഈ പാർലമെന്റിന്റെ കാലാവധി, ഈ ലോക്സഭയുടെ 16 ലോക്സഭയുടെ കാലാവധിയിൽ അത് അസാധ്യമായ കാര്യമാണ്. കാരണം 48 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് 17 ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. തീർച്ചയായും അത് തന്നെയാണ് കോടതിയെ കൂടി ബോധപൂർവം തെറ്റിദ്ധരിക്കുന്ന നിലയിലേക്കുണ്ട്. അതിന്റെ ഒരു രോഷം കൂടി ഒരുപക്ഷെ കോടതി ജനാധിപത്യപരമായി അല്ലെങ്കിൽ നീതിപൂർവമായി കോടതി മുറിക്കുള്ളിൽ പ്രകടിപ്പിച്ചോ എന്ന സംശയവും ആശങ്കയും കൂടി ഈ ഘട്ടത്തിലുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിലേക്ക് എത്തുന്നു. സെബാസ്റ്റ്യൻ പോൾ, എന്താണ് ഔദ്യോഗിക രഹസ്യ നിയമം, തെളിവ് നിയമം? ഇതൊക്കെ സാധാരണക്കാരന് മുന്നിൽ വലിയ ചോദ്യങ്ങളും മറയുമായി നിൽക്കുന്നു. പക്ഷെ കോടതി പറയുന്നു ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചും ഉയർത്തി കാണിച്ചും കൊണ്ട് കൊടിയ അഴിമതികളെ മറയ്ക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ? രാജ്യരക്ഷാ നിയമങ്ങൾ മുന്നിലേക്ക് വെച്ചുകൊണ്ട് ഈ ഗൗരവമുള്ള അഴിമതിയെ നിസ്സാരവൽക്കരിക്കാനാകുമോ? അതിനുമപ്പുറത്തേക്ക് മാധ്യമങ്ങളെ അടക്കം ഇതിനുള്ളിൽ പ്രതി ചേർക്കണമെന്ന് പറയുന്നു. പ്രശാന്ത് ഭൂഷണെതിരെ ക്രിമിനൽ കേസെടുക്കണം എന്ന് പറയുന്നു. മാധ്യമങ്ങളിൽ ഈ വാർത്ത നിരന്തരം വരുന്നത് കോടതിയെ കൂടി സമ്മർദ്ദത്തിലാക്കാൻ എന്നുകൂടി AG വാദിക്കുന്നുണ്ട്. സെബാസ്റ്റ്യൻ പോൾ, ഈ വിഷയത്തിൽ നമ്മൾ രണ്ട് അവസ്ഥകൾ കാണേണ്ടതുണ്ട്. ഒന്ന്, ഗവൺമെന്റ് അവകാശപ്പെടുന്നത് പോലെ പ്രതിരോധ വകുപ്പിന്റെ പ്രധാനപ്പെട്ട രേഖകൾ മോഷണം പോയി. അപഹരിക്കപ്പെട്ട രേഖകൾ കോടതിയിൽ ഒരു കേസിന്റെ ആവശ്യത്തിന് വേണ്ടി ഹാജരാക്കപ്പെട്ടു. അത് സ്വീകാര്യമാണോ അല്ലയോ എന്നതാണ് ഒരു ചോദ്യം. അങ്ങനെ ഒരു തെളിവിന്റെ ആധികാരികത മാത്രമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഡോക്ടർ സമ്പത്ത് ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ച് സ്വീകരിക്കാവുന്ന രേഖയാണോ അത് എന്ന പരിശോധന മാത്രമാണ് കോടതി നടത്തേണ്ടത്. അത് അപഹരിച്ചതാണോ കളഞ്ഞു കിട്ടിയതാണോ തുടങ്ങിയ വിഷയങ്ങളിലേക്ക് കോടതി പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ രേഖ അത് സ്വീകാര്യമാണ്. ആ രേഖയുടെ അടിസ്ഥാനത്തിൽ ആ കേസ് മുന്നോട്ട് പോകും. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അഴിമതിയാണ് അവിടെ ഉള്ളത്. അത് ഈ ദേശസുരക്ഷയുടെയും ഔദ്യോഗിക രഹസ്യ നിയമത്തിൻ്റെയും ഒക്കെ മറയിൽ മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട കാര്യമല്ല. അതുകൊണ്ട് രേഖ അപഹരിക്കപ്പെട്ടതാണോ അല്ലയോ എന്ന ചോദ്യം അപ്രസക്തമാണ്. മറ്റൊന്ന്, ആ രേഖ അപഹരിക്കപ്പെട്ടു എന്ന് ഗവൺമെന്റ് അറ്റോർണി ജനറൽ കോടതി പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ആ രേഖ ശരിയായ രേഖ തന്നെയാണ്. ശരിയായ രേഖയാണല്ലോ ഗവൺമെന്റ് സർക്കാരിന്റെ ഫയലിൽ നിന്ന് അപഹരിക്കാൻ കഴിയുക. അപ്പോൾ ആ രേഖയുടെ ഒതന്റിസിറ്റി അത് അറ്റോർണി ജനറൽ എന്ന് കോടതിയിൽ അംഗീകരിച്ചു. അതുകൊണ്ട് ആ രേഖയെ അടിസ്ഥാനമാക്കി കേസ് കേൾക്കുന്നതിന് കോടതിക്ക് ഒരു തടസ്സവും അക്കാര്യത്തിലില്ല.
ഒരു മറുവശമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്, അത് ബ്രിട്ടനിലും സമാനമായ കേസുണ്ടായിട്ടുണ്ട്. ഗാർഡിയൻ പത്രത്തിനെതിരെ അവിടെ ഡിഫൻസ് സെക്രട്ടറി നൽകിയ കേസുണ്ട്. ആ കേസിലും ചില പ്രധാനപ്പെട്ട രേഖകൾ, ഡിഫൻസിനെ സംബന്ധിക്കുന്ന രേഖകൾ അപഹരിച്ച് ആ പത്രം പ്രസിദ്ധപ്പെടുത്തി. അതിനെതിരെയുള്ള കേസായിരുന്നു. അവിടെ ആ രേഖ ചോർത്തിക്കൊടുത്തത് അത് കുറ്റമാണ്. ആ കുറ്റത്തിന് ആ രേഖ ചോർത്തിക്കൊടുത്ത ഉദ്യോഗസ്ഥ ഒരു യുവതിയായിരുന്നു. അവർക്ക് ശിക്ഷ കിട്ടി. ആ രേഖകൾ സർക്കാരിന് തിരിച്ചു കൊടുക്കുന്നതിനുള്ള ഉത്തരവ് കോടതി നൽകി. അത് മറ്റൊരു വശം. ആ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ചെയ്യാം, അതിലൊന്നും ഞാൻ തടസ്സം നിൽക്കുന്നില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ റഫാൽ യുദ്ധവിമാന കരാറ് അത് സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും വലിയ ഡിഫൻസ് അഴിമതിയാണ് എന്ന് എല്ലാവരും ഇപ്പോൾ പറയുന്നു. അതിനെ സംബന്ധിക്കുന്ന കേസ് സുപ്രീം കോടതി പരിശോധിക്കുമ്പോൾ അവിടെ ഹാജരാക്കപ്പെട്ട രേഖകൾ, ആ രേഖകൾ സംശയമുള്ളത് നിരന്തരമായി കേന്ദ്രം പരമോന്നത കോടതിക്ക് മുന്നിൽ വാദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇക്കാര്യത്തിൽ ഇടപെടുന്നതിന് കോടതിക്ക് പരിമിതികളുണ്ട് എന്ന് നിരന്തരം വാദിക്കുകയാണ്. ഇന്നും കെ വേണുഗോപാൽ ഈ വാദം നിരന്തരം ഉന്നയിച്ചു. രാജ്യരക്ഷയാണ് വിഷയം, പ്രതിരോധ മന്ത്രാലയത്തിൻ്റെതാണ് വിഷയം. ഇക്കാര്യത്തിൽ ഇടപെടുന്നതിന് പരമോന്നത കോടതിയായാലും വലിയ പരിമിതികളുണ്ട്. കോടതിയെ വല്ലാത്ത നിലയിലേക്ക് കൊണ്ടുപോകുന്ന നിലയിലാണ് ആ വാദം പോയതും. അല്ല, അതൊക്കെ എല്ലാ രാജ്യങ്ങളിലും, ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലെ സുപ്രീം കോടതികളിലും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഈ കാര്യങ്ങളിൽ കോടതി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് നമുക്കും ബാധകമാണ്. ദേശസുരക്ഷ അല്ലെങ്കിൽ പ്രതിരോധം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഏത് അഴിമതിയും മറച്ചുവെക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനൊക്കെ എന്താ അർത്ഥമുള്ളത്? അങ്ങനെ മറച്ചുവെക്കാൻ കഴിയില്ല എന്ന് ഇന്ന് കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് കെ എം ജോസഫും മറ്റുമൊക്കെ അറ്റോർണി ജനറലുമായി ശണ്ട കൂടിയത് തന്നെ ആ വിഷയത്തെ മുൻനിർത്തിയാണ്. അവിടെ ഇന്ത്യയെ സംബന്ധിച്ച് ഈ പ്രതിരോധ ഇടപാടുകളിലെ അഴിമതി ഒരു പുതിയ സംഭവമല്ല. ഇത് ഏറ്റവും വലുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, ആദ്യത്തേതല്ല. ജീപ്പ് കുംഭകോണം മുതൽ ഇങ്ങോട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. ബോഫോഴ്സ് ഒക്കെ നമുക്കറിയാം. അവിടെയൊക്കെ ഈ ദേശസുരക്ഷ എന്ന വാദം മുന്നോട്ട് വയ്ക്കാൻ കഴിയും. പക്ഷെ ആ വാദത്തെ അവഗണിച്ചുകൊണ്ട് ആ വിഷയത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതായി ആരോപിക്കപ്പെടുന്ന അഴിമതി എന്നത് കോടതി പരിശോധിക്കേണ്ട വിഷയമാണ്. അത് കണ്ടെത്തേണ്ട വിഷയമാണ്. അഴിമതി ഏത് വിഷയത്തെ അടിസ്ഥാനമാക്കിയാണെങ്കിലും അത് നടത്തിയവർ ശിക്ഷിക്കപ്പെടുകയും വേണം. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, എങ്ങനെ കാണുന്നു കോൺഗ്രസിന്റെ ഈ ഘട്ടത്തിലെ നിലപാട്? തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. സുപ്രീം കോടതി വളരെ കർക്കശമായി ഈ വിഷയത്തിൽ ഇടപെടുന്നു. മറ്റൊന്ന്, ബൊഫേഴ്സ് കേസിന്റെ കേസ് കൂടി കോടതി അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് AGയോട്. ഈ വിഷയം വരുമ്പോഴും നിങ്ങൾ രാജ്യസുരക്ഷ പറഞ്ഞ് ആ വിഷയത്തിന്റെ ഗൗരവം മാറ്റിവെക്കാൻ തയ്യാറുണ്ടോ എന്നുകൂടി സുരേഷ് ബാബു. അല്ല, ഇതിനകത്ത് ഒരു ചർച്ചയെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രഗത്ഭരായ വ്യക്തികൾ ഒരു വാദം നമ്മുടെ മുമ്പിൽ പ്രേക്ഷക സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതിന് സപ്ലിമെൻ്റ് ചെയ്യുന്ന രാഷ്ട്രീയ ചിന്തയുടെ ഭാഗത്ത് ഉള്ള ഒരാളാണ്. അതുകൊണ്ട് വളരെ കൂടുതലായി എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ പറയേണ്ടതില്ല. നമുക്കൊരു ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്കൊക്കെ പോകുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷെ ഈ റഫേൽ യുദ്ധവിമാനത്തിൻ്റെ ഇടപാടിൽ അഴിമതി നടന്നു എന്ന് പത്രങ്ങൾ, ഹിന്ദു പത്രമാണ് അത് സീരിയലൈസ് ചെയ്ത് കൊണ്ടുവന്നത്. നമുക്കറിയാം ഇതേ നിലപാട് തന്നെയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് ബോഫോഴ്സ് ഇടപാടിലും ഹിന്ദു പത്രമാണ് ചിത്ര സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു വനിതാ ലേഖികയാണ് അതിനെ സീരിയലൈസ് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴൊരു വസ്തുത നേരത്തെ ഇവിടെ പറയപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം ഗവൺമെൻറ് സമ്മതിക്കുന്നത്, ഗവൺമെൻറ് ഇതിൻ്റെ ഓത്തൻറ്റിസിറ്റിയെക്കുറിച്ച് ഒരു സംശയം പറയുന്നില്ല. ദിസ് ഈസ് എ ജെന്യുവിൻ ഡോക്യുമെൻ്റ് ആണെന്ന് പരോക്ഷമായി സമ്മതിച്ചുകൊണ്ടാണ് ദിസ് ഹാസ് ബീൻ സ്റ്റോളൻ, ഇത് കട്ടുകൊണ്ട് പോയിരിക്കുന്നു. അത് വേറൊരു വിഷയമാണ്, വേറൊരു സബ്ജക്റ്റ് തന്നെയാണ്. കളവ് എന്ന് പറയുന്നത് 380 സെക്ഷൻ 380 IPCയിൽ പെടുന്ന ഒരു വിഭാഗമാണ്. അതിൻ്റെതായ നടപടികൾ എടുക്കട്ടെ, ആര് കട്ടു, എങ്ങനെ കട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ആ വകയിൽ പോട്ടെ. ഇവിടെ ഇതിന്റെ ഓതന്റിസിറ്റി കൃത്യമായി അറ്റോർണി ജനറൽ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റിനകത്ത് കാണുന്ന കാര്യങ്ങൾ പരിശോധിക്കാൻ ഉള്ള അവകാശം കോടതിക്കുണ്ട് എന്നതാണ് ഇവിടെ നേരത്തെ സംസാരിച്ച രണ്ടുപേരും ഞാനും സംസാരിക്കുന്നത്. ആ വസ്തുത അംഗീകരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനകത്ത് നടന്നിട്ടുള്ള ഓരോ ഇടപാടുകളും തലനാരിഴ കീറി പരിശോധിച്ചിട്ടില്ലെങ്കിൽ രാജ്യത്തിന്റെ എക്സ്ചക്കറല്ല, രാജ്യത്തിന്റെ പണം മാത്രമല്ല, രാജ്യത്തിന്റെ സുരക്ഷ പോലും ഏതെങ്കിലും സമൂഹത്തിന്റെ മുന്നിൽ ഇവർ അടിയറ വെക്കുകയാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മുമ്പിലുണ്ട്.
ചില മാധ്യമങ്ങളിലൂടെ എനിക്ക് കാണാനിടയായി. ഒന്നെന്താണ്, ഈ ഒരു രേഖ സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടം എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയും രാജ്യത്തിന്റെ സുരക്ഷയും സൂക്ഷിച്ചു കൊണ്ടുവെക്കുന്നത് എന്നൊരു ചോദ്യത്തിനും കൂടി മറുപടി പറയാൻ ഇവർ ബാധ്യസ്ഥരാണ്. ഒരു രേഖ പോലും സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഏതെങ്കിലും ആളുകൾക്ക് കട്ടുകൊണ്ടു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും കൃത്യവിലോപത്തോടു കൂടി പെരുമാറുന്ന, നിരുത്തരവാദപരമായി പെരുമാറുന്ന ഒരു ഭരണകൂടം ശ്രീ അംബാനിയുടെ പോക്കറ്റിലേക്ക് പണം നിറക്കുന്നതിന് വേണ്ടി എന്ത് തരത്തിലുള്ള കച്ചവട താല്പര്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തനം നടത്തുന്ന ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തിന്റെ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകണം. ഇന്ത്യ രാജ്യത്തിന്റെ രാജ്യരക്ഷാമന്ത്രിയായിരുന്ന ശ്രീ മനോഹർ പരീക്ക് അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പാരലായി നെഗോസിയേഷൻ നടത്തുന്നു എന്ന് പറഞ്ഞ് നോട്ട് കൊടുത്തപ്പോ യു ക്യാൻ സ്ലീപ്പ് ഓവർ, നിങ്ങൾ അത് നോക്കേണ്ടതില്ല, പ്രധാനമന്ത്രി അതിനൊക്കെ അധികാരമുള്ള ആളാണ് എന്ന് പറഞ്ഞ് രാജ്യത്തിന്റെ ഡിഫൻസ് ഡീലിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത, ആദ്യമായി ചരിത്രം എഴുതി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഡയറക്റ്റ് ആയിട്ട് ഇടപെട്ട ഈ ഇടപാട് പൊതുമുതൽ നശിപ്പിക്കുന്നതിനും പൊതുമുതൽ അപഹരിക്കുന്നതിനും കാരണമായിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട് എന്നാണ് എന്റെ നിരീക്ഷണം. ശ്രീ പി ശ്രീകുമാർ, അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാകുന്നില്ലേ കേന്ദ്രം? ഇനിയും ഇതുവരെ ഉന്നയിച്ച ചില വാദങ്ങളുമായി മുന്നോട്ട് പോകാനാകും? അത്ര നിസാരമാണ് ഇനി നിങ്ങളുടെ മുന്നിലുള്ള സമസ്യ എന്ന് കരുതുന്നുണ്ടോ? കാരണം PM സുരേഷ് ബാബു പറഞ്ഞതുപോലെ പരോക്ഷമല്ല, പ്രത്യക്ഷമായി തന്നെ സമ്മതിക്കപ്പെട്ടു കഴിഞ്ഞു ഈ രേഖകൾ എന്തായാലും പ്രതിരോധ മന്ത്രാലയത്തിൻ്റെതാണ് എന്ന്, അതായത് റിയൽ ആണ് എന്ന്. ഇത് കോടതിക്ക് മുന്നിലെത്തി. കോടതി പറയുന്നത് ഇപ്പോൾ ഒരു മോഷണം മുതൽ കോടതിക്ക് മുന്നിലെത്തിയാൽ അതിന്റെ നിഷ്കളങ്കത അല്ലെങ്കിൽ നിരപരാധിത്വം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് കോടതി പരിശോധിക്കും. അതിൽ നിങ്ങൾ കൂടുതൽ ആശങ്കപ്പെടേണ്ടതില്ല. കോടതിക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞല്ലോ, ഇനി കോടതിക്ക് അത് പരിശോധിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ട് എന്നാണ്. വലിയ അഴിമതി നടന്നതായി, ഇതിലും കൂടുതലായി രാജ്യത്തിനോട് സ്ഥിരീകരിക്കേണ്ട സംഭവ വികാസങ്ങൾ എന്താണ് ശ്രീകുമാർ ഇനി ഉണ്ടാവേണ്ടത്? അല്ല, എനിക്കൊപ്പമുള്ള 3 പേരും പ്രമുഖരായ അഭിഭാഷകരാണ്. അതുകൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഇക്കാര്യത്തിൽ അക്സെപ്റ്റ് ചെയ്യുകയാണ്. കാരണം ഇതിൻ്റെ അകത്ത് എന്താ അഴിമതി നടന്നെന്ന് ആങ്കർ എന്ത് വെച്ചാൽ പറയുന്നത്, ആനന്ദ് എന്ത് വെച്ചാണ് അഴിമതി നടന്നു എന്ന് പറയുന്നത്? ഈ കോടതി, സുപ്രീം കോടതി തന്നെയാണ് ഈ ഡീലിൽ ഇതുവരെ അഴിമതിയും ഇല്ല എന്ന് സുപ്രീം കോടതിയാണ് വിധിച്ചത്. സുപ്രീം കോടതി ഈ ഒരു കേസ്, നേരത്തെ ചോദിച്ചതുപോലെ ഡിസംബർ 14 15 എന്തായിട്ടാ അതിനെതിരെ ഒരു പുനർഹർജി വന്നപ്പോഴത്തേനും ഒരു ഭാഗത്തിനിടെ ജഡ്ജിമാർ പല ചോദ്യങ്ങളും തിരുത്തൽ ഹർജി, തിരുത്തൽ എന്ത് ഹർജിയാണെങ്കിലും അതിനിടെ ഒരു കേസ്, ഒരു വാദം വന്നപ്പോഴത്തേനും ഇങ്ങനെ അഴിമതിയുടെ ഒരു, ഞാൻ ദയവായി ഒന്ന് ഇടപെടുകയാണ്, അന്ന് കോടതിയെ പറ്റിക്കുകയായിരുന്നു ശ്രീകുമാർ. അല്ല, അങ്ങനെ കോടതിയെ ഒന്നും പറ്റിക്കാൻ പറ്റില്ല. കോടതിയെ പറ്റിച്ചാൽ അവർ കാണാത്തൊരു റിപ്പോർട്ടാണ് കോടതി പറഞ്ഞത്. അല്ല, അത് കേക്ക്, ഞാൻ പറഞ്ഞത് അവരൊക്കെ പറയുമ്പോൾ നിങ്ങൾ പക്ഷെ ഇങ്ങനെ പച്ച നുണ പറയരുത് എന്ന് ആവശ്യപ്പെടുകയാണ്. കോടതിയെ ബോധ്യപ്പെടുത്തുന്നു. കോടതി തന്നെ സാറിനൊക്കെ അറിയാം, സുപ്രീം കോടതിയെ വ്യക്തികളോ സർക്കാരോ കബളിപ്പിച്ചാൽ എന്ത് നടപടി കോടതികൾക്ക് സ്വീകരിക്കാൻ സാധിക്കുമെന്ന് വക്കീലന്മാരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെയൊന്നും സുപ്രീം കോടതിയെ കളിപ്പിക്കാൻ പറ്റില്ല. അഥവാ കളിപ്പിച്ചെങ്കിൽ അതിന് ഏതായാലും ഈ പറഞ്ഞ ജോസഫോ അല്ലെങ്കിൽ CJ അല്ലെങ്കിൽ ഈ 3 ജഡ്ജിമാർ ഏതായാലും BJP ജഡ്ജിമാരാണെന്നാരും പറയൂലല്ലോ. അവർ BJPക്കാരാണ്, പ്രോ BJP ആണ്, ഇവരാരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവരെ കളിപ്പിച്ചെങ്കിൽ എന്തായിരിക്കും നടപടി? അവർ വളരെ അഗ്രസീവായിട്ട് സ്റ്റാർട്ട് എടുക്കും. ഇക്കാര്യത്തിൽ എന്താണ്, ഇങ്ങനെ ഒരു റിവ്യൂ ഹർജി വന്നപ്പം അവർ നമ്മുടെ KK വേണുഗോപാൽ ഇത് കട്ട ഡോക്യുമെൻ്റാണ്, അത് രഹസ്യ നിയമം അനുസരിച്ച്, പ്രതിരോധ രഹസ്യ നിയമം അനുസരിച്ച് ഇത് കക്കുന്നത് ഭയങ്കര കുറ്റമാണ്, അതിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രതികൾ ഈ പ്രതിരോധ മന്ത്രാലയത്തിൽ തന്നെ ഉദ്യോഗസ്ഥരാണ്, അത് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതും വേറെ തെറ്റാണ്, അതിന് നടപടി സ്വീകരിക്കുകയാണ്, അതുകൊണ്ട് ഇത് തെളിവായി സ്വീകരിക്കരുതെന്ന് KK വേണുഗോപാൽ അറ്റോർണി ജനറൽ പറഞ്ഞപ്പം അല്ല, ഇതും തെളിവായിട്ട് സ്വീകരിക്കാമെന്ന് ഒരു ജഡ്ജി പറഞ്ഞു. സ്വീകരിക്കട്ടെ, അതുകൂടെ തെളിവായി സ്വീകരിച്ചുകൊണ്ട് വിധി പറയട്ടെ. അപ്പോൾ സുരേഷ് ബാബു സാറൊക്കെ പറഞ്ഞ പോലെ അത് ആ ഡോക്യുമെന്റ് ആണെന്ന് അംഗീകരിച്ചെങ്കിൽ അതുകൂടെ നോക്കിയിട്ട് ഈ ജഡ്ജിമാർ വിധി പറയട്ടെ. നമ്മൾ ഒരു ഇടയ്ക്ക് ഒരു കമന്റ് പറഞ്ഞതിനെ വെച്ച് വലിയ ഇത് അഴിമതി എന്നങ്ങനെ പറയുന്നത് ഈ സുപ്രീം കോടതി തന്നെ ഇതേ ജഡ്ജി തന്നെയല്ലേ ഒരു അഴിമതിയില്ലെന്ന് ഞാൻ പറഞ്ഞ ഈ ഡോക്യുമെന്റ് എല്ലാം വെച്ച് നോക്കിയിട്ടല്ല ഇവർ അഴിമതിയില്ലെന്ന് പറഞ്ഞു. ഈ ജഡ്ജിമാരെല്ലാം മണ്ടന്മാരാണ് നമ്മൾ വിചാരിക്കുന്നത്. ഡിബേറ്റ് ആണ്, അതിലേക്ക് ഈ വിഷയം വരണമെങ്കിൽ ഒരു ചെറിയ കമന്റ് ആയിരുന്നില്ല. അല്ല, ഞാൻ തുടങ്ങിയ വലിയ തർക്കം 3 ജഡ്ജിമാർ അടങ്ങുന്ന ബെഞ്ചും ഈ വാദപ്രതിവാദം, കടുത്ത വാദപ്രതിവാദം ഉണ്ടാവും. ഞാൻ പറഞ്ഞ ഈ 3 ജഡ്ജിമാരും വിഡ്ഢികളായിരുന്നോ? പിന്നെ നിങ്ങൾ പറയുന്നത് ഈ ജഡ്ജിയെ തെറ്റിദ്ധരിപ്പിച്ചു, അവര് AG റിപ്പോർട്ട് പാർലമെന്റ് സമ്പത്തൊക്കെ പറഞ്ഞത് ഞങ്ങൾ പോലും കണ്ടില്ല, അതിനു മുമ്പ് അത് കണ്ടു എന്ന് പറഞ്ഞു. ഇത് കണ്ടു എന്നും പറഞ്ഞല്ല AG റിപ്പോർട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ആ AG തന്നെയാണ് കറക്ഷൻ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്.
അത് അപ്പം തന്നെ അറിയുമല്ലോ ഈ ജഡ്ജിമാരുടെ നോട്ടപ്പിശകോ അതൊക്കെ സംഭവിക്കാമെന്നാണ് പറയുന്നത്. കാരണം ടെക്നിക്കൽ എററോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ കളിയോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതിനൊക്കെ ഈ സർക്കാർ എങ്ങനെ ബാധ്യസ്ഥരാകും? ജഡ്ജിമാരുടെ ഭാഗത്ത് നിന്ന് എറർ ഉണ്ടെങ്കിൽ ജഡ്ജിമാരെ തിരുത്തട്ടെ. ഇനി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എറർ ഉണ്ടെങ്കിൽ അവരെ ജഡ്ജിമാരെ തിരുത്തിക്കട്ടെ. സർക്കാരിനെ അഴിമതി നടന്നു ഇപ്പൊ ഇവരെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്. സെബാസ്റ്റ്യൻ സാർ പറഞ്ഞ എന്താണ്, എന്താ എല്ലാവരും ഇങ്ങനെ ഒരു അഴിമതി ഉണ്ടെന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം ഇങ്ങനെ വിശ്വസിക്കുന്നു. സമ്പത്ത് സാർ പറഞ്ഞ എന്താണ്, ഇത് സാധാരണക്കാർ പറയുന്ന കാര്യമാണ് ഇന്ന് ജഡ്ജിമാർ പറഞ്ഞത്. സാധാരണക്കാർ പറയുന്ന കാര്യങ്ങൾ പറയാനല്ല സുപ്രീം കോടതി ജഡ്ജിമാർ ഇരിക്കുന്നത്. നിയമവും കാര്യങ്ങളും വ്യക്തമായിട്ട് സാധാരണക്കാരന്റെ കാര്യങ്ങൾ അവരുടെ ചിന്താഗതിയും പറയാനല്ല ഒരു ജഡ്ജി ഇരിക്കുന്നത്. സാധാരണക്കാരനോട് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറയണം. അല്ലാതെ ജഡ്ജിമാര് മോഡി വിരുദ്ധരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അവര് നിയമവും കാര്യങ്ങളും ഇപ്പൊ ഈ ജസ്റ്റിസ് ജോസഫ് ഒക്കെ ഇതിന്റെ ഇടയ്ക്ക് ഒരു കമന്റ് പറഞ്ഞാൽ എനിക്ക് പേടിക്കാനൊന്നുമില്ല. എനിക്ക് തോന്നിയാൽ ആൾക്കാർക്കും പേടിക്കണ്ട. അത് വിധി അങ്ങനെയാണെങ്കിൽ അതിനകത്ത് അഴിമതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ മുമ്പിലല്ല ഇരിക്കുന്നത്. അവർ പറഞ്ഞു ഞങ്ങൾ അത് ആ ഡോക്യുമെന്റ്സ് നോക്കൂന്ന് പറഞ്ഞു. നോക്കട്ടെ, വിധി വരട്ടെ. ഇപ്പോഴേന്താ നമ്മൾ ബഹളം വെക്കുന്നത്? അങ്ങനെ ഒരു അഴിമതി ഉണ്ടെങ്കിൽ ആരാ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? പ്രതിരോധത്തിലെ ഒരു ഇടപാട്, പ്രതിരോധത്തിലെ ഒരു അഴിമതി ഉണ്ടായെങ്കിൽ അത് ഏതെങ്കിലും നിയമത്തിന്റെയോ ചട്ടത്തിന്റെയോ പേര് പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആരും നോക്കണ്ടെന്ന് ഒരു ഭാഗത്തിനിടയിൽ ഒരു പരമോന്നത കോടതിയിൽ ജഡ്ജി പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് അതിനെ അവിശ്വസിക്കുന്നത്? അദ്ദേഹം ചെയ്യട്ടെ. അദ്ദേഹം കൂടെ കൂടി ഇരുന്നു കൊണ്ട് ആ ഡോക്യുമെന്റൂടെ പരിശോധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യട്ടെ. ഡോക്യുമെന്റ് നൽകിയാൽ ആരും പറഞ്ഞില്ലല്ലോ. പിന്നെ വേറെ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നെന്താ ചെയ്തത്? പ്രശാന്ത് ഭൂഷണിന്റെ പുതിയ ഡോക്യുമെന്റ് നോക്കാനുള്ള ഇത് തള്ളിക്കളയായിരുന്നു കോടതി ചെയ്തത്. അതാരും പറയുന്നില്ല. ഈ പുതിയ ഡോക്യുമെന്റിലൂടെ നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞ പ്രശാന്ത് ഭൂഷണിന്റെ ആഗ്രഹം അല്ല അദ്ദേഹത്തിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. അതാരും നോക്കുന്നില്ല. അതല്ലേ പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം പറഞ്ഞിട്ട് ഈ പുതിയ ഡോക്യുമെന്റ്സൂടെ ഇനി നോക്കണം എന്ന ആവശ്യം തള്ളിക്കളയുന്നു എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയുടെ നിലപാട് എന്താണ്? സുപ്രീം കോടതി ആണ് ഇതിലൊരു അഴിമതിയും ഇല്ല എന്ന് പറഞ്ഞത്, അല്ലാതെ മോഡി സർക്കാരല്ലല്ലോ. ഒരു അഴിമതി ഇല്ലാന്ന് സുപ്രീം കോടതി പറഞ്ഞ സ്ഥിതിക്ക് ഇനി വരികയാണെങ്കിൽ അഴിമതി ഇനി നമുക്കറിയാം വരികയാണെങ്കിൽ വരട്ടെ. ഒരുപക്ഷെ വളരെ നിസ്സാരമായി ഈ കാര്യങ്ങൾ പോകുന്ന നിലയിലാണ് താങ്കളുടെ വാദം കേൾക്കും മനസ്സിലായി. ഇത്രയും ചെറിയൊരു കാര്യത്തിനെ സംബന്ധിച്ചാണ് ഇത്ര കൂലങ്കഷമായി ഒരു ചർച്ച ഇങ്ങനെ ഒരു വിദഗ്ധമായ പാനലിൽ നടത്തുന്നത് എന്ന് പോലും തോന്നിപ്പോകുന്നുണ്ട്. ഡോക്ടർ സമ്പത്ത്, എന്താണ് ഇത് വളരെ നിസ്സാരമാണ് ഈ കാര്യം ശ്രീകുമാർ പറഞ്ഞു കഴിയുമ്പോൾ? ശ്രീകുമാർ പറഞ്ഞതുപോലെ അല്ല. 2018 ഡിസംബർ 14 സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് ഈ റഫേൽ യുദ്ധവിമാനങ്ങളുടെ പ്രൈസിങ്ങിനെ കുറിച്ച്, അത് ഞങ്ങളല്ല അതിൻ്റെ വിലയെക്കുറിച്ച് അങ്ങനെ തീരുമാനമെടുക്കേണ്ടത്. മറ്റൊരു കാര്യം ഇതിൻ്റെ ആവശ്യകത, ദ നീഡ് എന്നുള്ളത്, അത് സംബന്ധിച്ചും കോടതിയല്ല എന്നുള്ളത്. മറ്റൊന്ന് ഇതിൻ്റെ ക്വാളിറ്റിയെ സംബന്ധിച്ചും അതും കോടതിയല്ല, സ്വാഭാവികമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇത്തരം കാര്യം പ്രൈസിങ്, നീഡ്, ക്വാളിറ്റി, ഈ 3 പോയിന്റുകളെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ കോടതി അങ്ങനെ പറയുകയും ഇതിൽ കറപ്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംബന്ധിച്ചുള്ളൊരു കാര്യത്തിൽ അവിടെ ഒരു കറപ്ഷനും ഇല്ല എന്നുള്ള നിലയിലേക്ക് സുപ്രീം കോടതിയുടെ ആ ഒരു ഉത്തരവിൽ പറയുന്നില്ല. ഇപ്പോൾ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് സുപ്രീം കോടതി ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളിൽ എത്തിയത് എങ്ങനെയാണ്? എത്തിയത് മുദ്രവെച്ച കവറിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി ഹാജരാക്കിയ രേഖകളിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പരിശോധിച്ച് റിപ്പോർട്ട് നൽകപ്പെട്ടിട്ടുള്ളതാണ്. അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, വിൽ ബി എന്നൊക്കെ ഉള്ളതും അത് ആസ് ഓൾറെഡി സബ്മിറ്റഡ് എന്നുള്ളത്, ഈ രണ്ടും തമ്മിലൊക്കെ ഈ നിയമത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ ചില കാര്യങ്ങളിൽ മേ എന്നും ഷാൽ എന്നും പറയുന്നത് തമ്മിലുള്ള അർത്ഥാന്തരം വല്ലാത്തതാണ്. ഒരു സെമിക്കോളൻ എന്ന് മാറിയാലോ ഒരു കോമ മാറിയാലോ നിരപരാധി തൂക്കിലേറ്റപ്പെടാൻ പോലും സാധ്യതയുള്ളതാണ്. നിയമം പഠിക്കുമ്പോഴെല്ലാം നമ്മളും ഇത്തരം കാര്യത്തിൻ്റെ ജാഗ്രതയെ സംബന്ധിച്ച് അധ്യാപകർ പഠിപ്പിക്കുന്നത്. സുപ്രീം കോടതി ഇത്തരം കാര്യങ്ങളിൽ ഈ എന്തുകൊണ്ടെത്തി എന്നുള്ളത്, ഈ CAG റിപ്പോർട്ട് ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. CAG റിപ്പോർട്ട് ഉണ്ടായി, അതിനുശേഷം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിച്ചു എന്നാണ് പറഞ്ഞത്. പരിശോധിച്ചിട്ടില്ലല്ലോ. യഥാർത്ഥത്തിൽ എന്താണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത്? കേന്ദ്ര ഗവൺമെൻറ് കള്ളം പറയുകയായിരുന്നു. കള്ളം എന്നുള്ളതിന് കള്ളം എന്നുള്ളതല്ലാതെ പാർലമെൻ്ററി ഭാഷയിൽ പറഞ്ഞാൽ സത്യവിരുദ്ധം എന്ന് നമുക്ക് പറയാം. വാസ്തവത്തിൽ അതൊരു ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത്തരത്തിൽ നടന്നിട്ടില്ലാത്ത കാര്യങ്ങൾ നടക്കേണ്ടതാണ്, ഇങ്ങനെയാണ് പ്രൊസീജിയർ എന്ന് പറയുന്നതിന് പകരം ഇതെല്ലാം നടന്നു കഴിഞ്ഞു എന്നുള്ള നിലയിൽ. അങ്ങനെയാണ് എങ്കിൽ സുപ്രീം കോടതി എന്ത് ചെയ്യും? ആരാണ് സുപ്രീം കോടതിയുടെ ആ ബെഞ്ചിൽ അവിടെ ആ കോടതിയിൽ കേസ് കേൾക്കാനിരിക്കുന്നത്? ആരായിരുന്നാലും ഇവിടെ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഈ 3 കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയല്ല. അപ്പോൾ കോടതി എന്താ
CAG ഈ കാര്യം പരിശോധിച്ചു. CAGയുടെ റിപ്പോർട്ട് എന്ത് വന്നിരുന്നാലും ആ CAG റിപ്പോർട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിച്ചു. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിച്ചാൽ CAG റിപ്പോർട്ടും PSCയുടെ റിപ്പോർട്ടും പിന്നെന്താണ്, അത് പാർലമെന്റിലേക്കാണ് വരുന്നത്. പാർലമെന്റിൽ ഇത്തരം കാര്യങ്ങളിൽ ചർച്ച നടക്കും. ഇവിടെ ഇതൊന്നും നടന്നിട്ടില്ല. നടക്കാനുള്ള എല്ലാ സാധ്യതകളുടെയും പഴുതടച്ചു. ഇത് പറഞ്ഞാൽ ഈ മാനേജ് ചെയ്യലല്ല, കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായ മാനിപ്പുലേഷനാണ് ഇവിടെ നടത്തിയത്. ഇതിന്റെ നീഡിനെ സംബന്ധിച്ചൊക്കെ ഉള്ള കാര്യം, നീഡിനെ സംബന്ധിച്ച് പറയേണ്ടത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ അധികൃതരാണ്. അതിന്റെ പ്രൈസിങ്ങിനെ സംബന്ധിച്ച് അന്ത്യമായി തീരുമാനമെടുക്കേണ്ടത് ഇന്ത്യൻ എയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ ഡിഫൻസ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുമാണ്. അത് മിനിസ്ട്രി ഓഫ് ഡിഫൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ നെഗോഷിയേഷൻസ് പലതും നടത്തേണ്ടതായിട്ടുണ്ട്. ക്വാളിറ്റിയെ സംബന്ധിച്ച് ഒരു ചർച്ചയിൽ നമ്മളാരുമല്ല അത്തരം കാര്യത്തിൻ്റെ അത് പറയേണ്ടത്. അത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഏറ്റവും തലപ്പത്തുള്ള ആളുകളാണ്. റഫേൽ ജെറ്റ് തന്നെ ഉപയോഗിക്കുന്നത് ആരൊക്കെയാണ്? ഞാൻ നേരത്തെ ഈ ചർച്ചയിൽ ആദ്യം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഫ്രാൻസ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഉപഭോക്താവ്. ഈ ഡസോ കമ്പനി വാസ്തവത്തിൽ അടച്ചുപൂട്ടാനായി, നമ്മുടെ പഴയ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അംബാസഡർ കാർ ഉണ്ടാക്കിയിരുന്ന കമ്പനി അടച്ചുപൂട്ടാനായി തീരുമാനിച്ചതുപോലെ ഇവിടെ ഇത് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതായ ഒരു കമ്പനിക്ക് വാസ്തവത്തിൽ ഇന്ത്യയിൽ നിന്ന് ഇത്തരത്തിൽ വീണ് കിട്ടിയ ഒരു ലോട്ടറിയാണ്. ഈ ഫ്രാൻസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാഷ്ട്രങ്ങൾ ആരൊക്കെയാണ്? പിന്നീട് ഇത് ഉപയോഗിക്കുന്ന നാറ്റോ സഖ്യകക്ഷികൾ പോലും ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കുന്ന മറ്റൊരു രാഷ്ട്രം ഈജിപ്റ്റാണ്. വേറൊരു രാജ്യം ഖത്തറാണ്. അവിടെയാണ് ഇന്ത്യ ചെന്ന് പെട്ടിട്ടുള്ളത്. ഇന്ത്യ പോലെ ഇത്തരത്തിലൊരു വലിയ ആംസ് ബാസ്ക്കറ്റുള്ള മറ്റ് രാഷ്ട്രങ്ങൾ എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നില്ല? ഞാൻ ഒരിക്കലും എൻ്റെ ക്വാളിറ്റിയെ സംബന്ധിച്ച് അത്തരത്തിലൊരു സംശയം ഉന്നയിക്കുന്നത് മറ്റു കാര്യങ്ങളൊന്നുമല്ല. ഈ വിമാനം നമ്മൾ വാങ്ങുന്നത് സംബന്ധിച്ച് ഇതിൻ്റെ എണ്ണത്തിൽ കുറവ് വരുത്തി വിലയിൽ വർധനമുണ്ടാക്കി. ഇത് ഞാൻ പറയുന്നത് ആധികാരികമായിട്ടാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ പാർലമെന്റിൽ ഇത് സംബന്ധിച്ചുള്ള ആദ്യമായി ചോദ്യങ്ങൾ ഉന്നയിച്ച ഒരു പാർലമെന്റ് എന്താണ് അഴിമതി എന്ന ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണോ അത്? ഈ എണ്ണത്തിൽ നിശ്ചയമായും എണ്ണത്തിൽ കുറവ് വരുത്തി എന്നുള്ളതും വിലയിൽ പാർലമെന്റിൽ നൽകിയ രേഖ, ലോക്സഭയിൽ നൽകിയ മറുപടിയിൽ പറഞ്ഞിട്ടുള്ള വില, ആ വിലയിൽ വലിയ വ്യത്യാസം ഉണ്ടായി എന്നുള്ളതും, ഇതിൽ ഘടിപ്പിക്കുന്നതായിട്ടുള്ള മിസൈലുകളെയും അതിലെ ആയുധശേഷി, അതിന്റെ ആഴ്സനൽ, ആവളമാഴിയിലെ ആയുധങ്ങൾ എന്ത് എന്ന് ആരും ചോദിച്ചിട്ടില്ല. അത് ആരും ചോദിക്കാൻ നമ്മൾ ഇന്ത്യയിലെ ഒരു മാധ്യമവും ചോദിക്കാനായി ആഗ്രഹിക്കുന്നില്ല. കൈമാറിയിട്ടുമില്ല. ഈ ഇടപാടിൽ സാങ്കേതിക വിദ്യ മാത്രമല്ല, ബാങ്ക് ഗ്യാരണ്ടി എന്താ? ഇവിടെ ഈ പറയുന്ന സമയത്തിനുള്ളിൽ ഇത്ര എണ്ണം നമുക്ക് നൽകപ്പെട്ടില്ല എങ്കിൽ ഇതിന് എങ്ങനെയാണ് നഷ്ടപരിഹാരം? ഒരു കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയത് കൊണ്ട് നമ്മുടെ പ്രതിരോധ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായി കഴിയില്ല. അപ്പോൾ ബാങ്ക് ഗ്യാരണ്ടി ഉണ്ട്. ഈ ബാങ്ക് ഗ്യാരണ്ടി എങ്ങനെയാണ്? അതൊരു മൂന്നാമസ്ഥനായിട്ടുള്ള ഏതെങ്കിലും ഈ പറയുന്ന രണ്ട് വിഭാഗം, ഇതിന്റെ സെല്ലറും ബയറും തമ്മിൽ ആ വിധത്തിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും വിധത്തിലൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ലാത്ത ഒരു മൂന്നാമത്തെ ഒരു പാർട്ടി, മറ്റൊരു മധ്യസ്ഥൻ എന്നുള്ള നിലയിലേക്ക് അവിടേക്കാണ് ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ വാങ്ങുന്ന രാഷ്ട്രത്തിന് ഇതാണ് സാധാരണ ഇന്റർനാഷണൽ ആംസ് ഡീൽസിൽ നടക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണിത്. അങ്ങനെ ഒരു മൂന്നാമതായ ഒരു കക്ഷി ഇവിടെ ഇല്ല. അങ്ങനെ ഒരു ബാങ്ക് ഗ്യാരണ്ടിയെ പറ്റി പറയുന്നില്ല. ഇതെല്ലാം വാസ്തവത്തിൽ മൂടിവെക്കുകയാണ്. ഇത് മൂടിവെക്കുകയും ഇത്തരത്തിലുള്ളൊരു ഡീൽ ഉറപ്പിക്കുന്നതിന് മുമ്പായി തന്നെ ഇവിടെ അംബാനി തന്നെ പ്രഖ്യാപിക്കുന്നു, എനിക്കാണ് ഇത് ലഭിക്കാൻ പോകുന്നതെന്ന് പറയുന്നു. ഇന്ത്യയിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിനെ, HAL തന്നെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് വാസ്തവത്തിൽ ഇതിൽ യാതൊരു പരിചയമില്ലാത്തൊരു കമ്പനിക്ക് ഇത്തരം കാര്യങ്ങൾ ലഭിക്കുന്നു. മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുന്നതിന്റെ ഭാഗമായി ഡിഫൻസ് സെക്ടറിൽ വല്ലാത്ത പ്രൈവറ്റൈസേഷൻ നടക്കുമ്പോൾ നമ്മുടെ ഇന്ന് നിലവിലുള്ള ഇന്ത്യയുടെ ഈ സായുധ സേനാ വിഭാഗങ്ങളെ എന്നുള്ള നിലയിലാണ്. അതിനോടൊന്നും യോജിക്കാൻ കഴിയുന്നതല്ല. ഇടവേള ഈ ഘട്ടത്തിൽ ആവശ്യമാണ്. ഈ വാദങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തിയതും പ്രത്യേക താല്പര്യമെടുത്തതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ വന്നിരുന്നു. അത് പ്രതിരോധ സെക്രട്ടറി തന്നെ, മുൻ പ്രതിരോധ സെക്രട്ടറി തന്നെ കത്തിലൂടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിരുന്നതായുമുള്ള വാർത്തകൾ. ഇതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ് എന്ന് രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ പരിശോധനകൾ കൂടി നടത്തേണ്ടതുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, നമ്മൾ ഇടവേളയ്ക്ക് മുൻപ് പറഞ്ഞു നിർത്തിയെടുത്തു തന്നെയാണ് പ്രതിരോധ സെക്രട്ടറി. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു മലയാളിയാണ്, KG മോഹൻകുമാർ. അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു കത്ത് നൽകിയിരുന്നു. ആ കത്ത് വളരെ ഗൗരവമുള്ളതാണ്. കാരണം ഒരു രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിലപേശൽ ശേഷിക്ക് മീതെ ഒരു പ്രധാനമന്ത്രി ഇടപെടുന്നു. ഞങ്ങൾക്ക് പറഞ്ഞുറപ്പിക്കാൻ കഴിയുന്ന വില, അതിന് ഞങ്ങളിലേക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നില്ല. അതായത് ഒരു രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രാലയത്തിനെ വിശ്വസിച്ചേൽപ്പിക്കേണ്ട വിലപേശൽ ശേഷി, ആ ശേഷി അട്ടിമറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി വളരെ വ്യക്തിപരമായി ഇക്കാര്യത്തിൽ പേഴ്സണലായി ഇടപെടുന്നു. അതും നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ആ നിലയിലേക്ക് ഈ റഫേൽ ഇടപാട് പോകുന്നു. അത് അവിടെയാണ് നേരത്തെ ഡോക്ടർ സമ്പത്ത് സൂചിപ്പിച്ചതുപോലെ 126 എന്ന വിമാനങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞ് 36ലേക്കൊക്കെ എത്തുന്നു. അങ്ങനെ വലിയ നിലയിലേക്ക് ഒരു വ്യക്തി കേന്ദ്രീകൃതമായി ഒരു രാജ്യത്തിന്റെ ഡീലുകൾ മാറിപ്പോകുന്നതിനെ ഒരു രാജ്യം ആശങ്കയോടെ അല്ലാതെ എങ്ങനെയാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ കാണേണ്ടത്? ഇതിപ്പോ ആദ്യത്തെ സംഭവമല്ല. അഡാനി, അംബാനി തുടങ്ങിയവരുടെയൊക്കെ കാര്യം വരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തിപരമായ താല്പര്യമെടുത്തുകൊണ്ട്
വഴിവിട്ട ഇടപെടലുകൾ നടത്തുന്നതിന് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ വേറെയുമുണ്ട്. ഇവിടെ നരേന്ദ്രമോദിയെ വ്യക്തിപരമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് ആരോപണത്തിന്റെ കുന്തമുന അദ്ദേഹത്തിലേക്ക് നീട്ടുന്നത്, അല്ലെങ്കിൽ ആ സംശയത്തിന്റെ സൂചി അദ്ദേഹത്തിലേക്ക് നീട്ടേണ്ടി വരുന്നത്, തിരിക്കേണ്ടി വരുന്നത് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഇടപെടൽ നിമിത്തമാണ്. ഇത് നമ്മളാരും ഉന്നയിച്ച ആക്ഷേപമല്ല, മാധ്യമങ്ങൾ ഉന്നയിച്ച ആക്ഷേപമല്ല. നരേന്ദ്രമോദിയുടെ തന്നെ പ്രതിരോധ മന്ത്രിയുടെ കീഴിൽ നിന്ന്, ആ മന്ത്രാലയത്തിൽ നിന്നാണ് ആ വിവരം പുറത്തേക്ക് വന്നത്. അതൊരു ആക്ഷേപത്തിന്റെ രൂപത്തിൽ. അവർ ഒരു വിഷയം നെഗോഷിയേറ്റ് ചെയ്യുകയാണ്. അവർക്ക് രാജ്യ താല്പര്യം നോക്കേണ്ടി വരും, പണം ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങേണ്ടി വരും, ഏറ്റവും മെച്ചപ്പെട്ട ഉൽപ്പന്നം വാങ്ങേണ്ടി വരും. അതൊക്കെയാണല്ലോ നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. ആ നെഗോഷിയേഷനുള്ള കോമ്പറ്റൻസി ഉള്ളത് പ്രതിരോധ വകുപ്പിനാണ്. ആ ഡിപ്പാർട്ട്മെന്റ്, ആ മന്ത്രാലയം ആ ജോലി ചെയ്തുകൊണ്ടിരിക്കെ അവരെ മറികടന്നുകൊണ്ട് സമാന്തരമായി മറ്റൊരു വിലപേശൽ, കച്ചവടം ഉറപ്പിക്കൽ, അത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കേന്ദ്രീകരിച്ച് നടന്നു എന്നാണ് ആക്ഷേപം. ആ ആക്ഷേപം ഔദ്യോഗികമാണ്, പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് വന്നിരിക്കുന്ന ആക്ഷേപം തന്നെയാണ്. അവിടെയാണ് നമുക്ക് സംശയങ്ങളുള്ളത്. എന്തിനു വേണ്ടി പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ഇടപെടൽ, വഴിവിട്ട ഇടപെടൽ നടത്തി? അതാരെ സഹായിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നുള്ളത് വ്യക്തമാണല്ലോ. അപ്പോൾ അവിടെ അതാണ് അഴിമതി എന്ന് പറയുന്നത്. ആ അഴിമതിയെക്കുറിച്ച്, അഴിമതിയില്ല എന്ന് സുപ്രീം കോടതി ഒരു ഘട്ടത്തിൽ പറഞ്ഞ കാലമായിരിക്കാം. അത് പുനഃപരിശോധിക്കുന്നതിനുള്ള ഹർജിയിലാണ് ഇപ്പോൾ വാദം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ മറ്റു ചില തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. ഇതെല്ലാം ആലോചിക്കേണ്ടതും അന്വേഷിക്കേണ്ടതുമായ വിഷയങ്ങൾ തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രധാനമന്ത്രിയുടെ ആ ഒരു പദവിയിൽ നിന്ന് വിട്ട് അതിൽ നിന്ന് വളരെ താഴേക്ക് വന്ന് ഇത്തരത്തിലുള്ളൊരു ഇടപെടൽ എന്തിനു നടത്തി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്നു. പക്ഷേ ശ്രീകുമാർ, ഈ ചോദ്യം ഉന്നയിക്കുമ്പോഴാണ് നരേന്ദ്രമോദി പറയുന്നത് മോദിയെ വിമർശിക്കൂ, BJP വിമർശിക്കൂ, പക്ഷേ രാജ്യത്തെ വിമർശിക്കരുത് എന്ന്. ഇതൊക്കെ ആരോടാണ് ഞങ്ങൾ ചോദിക്കേണ്ടത്? ഈ നാട്ടിലെ സാധാരണക്കാർ ഇത് ചോദിക്കേണ്ടത് ആരോടാണ്? ഇതൊക്കെ ഒരു പക്ഷേ എനിക്കറിയാം, ഈ പാനലിൽ 3 പേരും അഭിഭാഷകരാണ്. അതിൽ ഡോക്ടർ സമ്പത്തും സെബാസ്റ്റ്യൻ പോളും ഒക്കെ തീർച്ചയായും അതിന്റെ വൈദഗ്ധ്യം നേടിയവരുമാണ്. പക്ഷേ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇതിന്റെ ആഴങ്ങളിലേക്ക് എത്താൻ കഴിയുന്നില്ല. സാധാരണക്കാരെ സംബന്ധിച്ച് തീരെ കഴിയുന്നില്ല. അവർ നോക്കുമ്പോൾ ഈ സീൽ വെച്ച കവറുകളിൽ കാര്യങ്ങൾ പോകുന്നു, അതിനുമപ്പുറത്തേക്ക് അഴിമതികൾ ഉണ്ടാകുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെതിരെ അതിശക്തമായ ക്യാമ്പയിനുകൾ രാഷ്ട്രീയമായി ഉയർന്നു വരുന്നു. ഇപ്പോൾ താങ്കളും പറയുന്നു ഇതിൽ എവിടെയാണ് അഴിമതി എന്ന് താങ്കൾ ചോദിക്കുന്നു. പക്ഷേ സാധാരണക്കാരന്റെ മുന്നിൽ ഇതൊരു വലിയ അഴിമതിയായി നിൽക്കുന്നു. നിങ്ങളുടെ ഘടകകക്ഷിയായ ശിവസേന സാമ്യയിൽ എഴുതുന്നു, പ്രതിപക്ഷം ഒരുപക്ഷെ മരിച്ചു പോയേക്കാം, പക്ഷേ എങ്ങനെ സത്യം മരിച്ചു പോകും? ഇതിന് സത്യം പറഞ്ഞേ മതിയാകൂ മോദി ഈ നാടിനോട് എന്നാണ്. അല്ല, സത്യം ഒരിക്കലും മരിക്കില്ല. അതെന്നായാലും തെളിഞ്ഞു വരും. നമുക്കറിയാം. അതിന് ഇപ്പോൾ ശ്രീ സമ്പത്ത് പറഞ്ഞത് എന്താണ്? നഷ്ടത്തിൽ ഓടിയിരുന്ന, പൂട്ടാൻ പോയിരുന്ന ഒരു കമ്പനി, റാഫേൽ കമ്പനിയെ സർക്കാർ ഇവർ സഹായിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു പാവഭാരത്തിൽ സമ്പത്തിൻ്റെ പാർട്ടിക്കും ബാധ്യതയില്ലേ? സമ്പത്തിൻ്റെ പാർട്ടി ശ്രീ സെബാസ്റ്റ്യൻ പോൾ എന്ന MP ആണെന്ന് തോന്നുന്നു. അവരിരുന്ന അവരുടെ കൂടി പിന്താങ്ങിയ UPA സർക്കാരാണ് ഈ റാഫേൽ കമ്പനിയായിട്ട് ഡീൽ ചെയ്തത്. അവരുമായിട്ട് ചർച്ച നടത്തിയതും അവരുമായിട്ട് ആദ്യ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് അവരുടെ 2 UPA സർക്കാരിൻ്റെ കാലത്താണ് ഈ ചർച്ചകളെല്ലാം നീണ്ടത്. അപ്പം ആ റാഫേൽ കമ്പനിയായിട്ട് ഈ ഡീല് അവരുമായിട്ടുള്ള ചർച്ചകൾ നടത്തിയതിൻ്റെ ഭാവഭാരം ഈ CPM-നും ഇല്ലേ? ഈ മോഡി സർക്കാർ അവസാനം സൈൻ ചെയ്തെന്നല്ല ഉള്ളൂ. അപ്പൊ അതൊക്കെയാണ് ജനങ്ങളെ കളിപ്പിക്കുന്നത്. ഇവര് ശരിക്കും റാഫേൽ കമ്പനി അതൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണോ? അല്ല, 2007 അതെ, ചർച്ച AK ആന്റണി പ്രതിരോധ മന്ത്രി. ഇടതുപക്ഷത്തിന്റെ ഈ കരാറിലൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. റാഫേൽ കമ്പനി പൂട്ടാൻ പോകുന്ന കമ്പനിയാണെങ്കിൽ അവരുമായിട്ട് ചർച്ച തുടങ്ങി അവർക്കല്ലേ ആദ്യത്തെ ഉത്തരവാദിത്വം. അവരുമായിട്ട് ചർച്ചകൾ ആരംഭിച്ച, ചർച്ചകൾ മുന്നോട്ട് പോയ അവർക്ക് ഉത്തരവാദിത്വം ഇല്ലേ? അത് അവിടെ നിൽക്കട്ടെ. പിന്നെ സെബാസ്റ്റ്യൻ പോൾ സാറ് പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടോ എന്നാണ്. അത് പ്രധാനമന്ത്രിയുടെ ഓഫീസും പ്രതിരോധ മന്ത്രിയുടെ ഓഫീസും ഒക്കെ വ്യക്തമായിട്ടുണ്ട്. സാധാരണ പ്രധാനമന്ത്രിയെ പോലെ അല്ല നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി. അദ്ദേഹം വകുപ്പുകളുമായിട്ട് അവരുടെ മോണിറ്റർ ചെയ്യാറുണ്ട്, കാര്യങ്ങൾ തിരക്കാറുണ്ട്, എന്താണ് പ്രോഗ്രസ് തിരക്കാറുണ്ട്. അതിലെന്താ വലിയ കുറ്റം? പ്രതിരോധ വകുപ്പിന്റെ ഒരു കാര്യം പ്രധാനമന്ത്രിയിൽ ഒരു ചോദിച്ചാൽ, അതിന്റെ ഡെവലപ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ അതിനെന്താ കുഴപ്പം? ഇപ്പൊ നമുക്കറിയാം ഇതിനെ സംഭവിച്ചത് എന്താണ്. ഇത് നിസ്സാരമായി പറയുന്നതാണ്. രാജ്യത്തിന് വേണ്ടി വിലപേശൽ നടത്തുന്ന ശേഷിയെ ഒരു പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന ആൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന സംശയം ഒരു പ്രതിരോധ സെക്രട്ടറി പങ്കുവയ്ക്കുകയാണ്. മാറ്റാവല്ലോ, വേറെ അദ്ദേഹത്തിന് ഈ വകുപ്പേറ്റ് എടുക്കാമല്ലോ. അങ്ങനെയൊക്കെയാണെങ്കിൽ പറയുകയാണെങ്കിൽ അതൊക്കെ എന്തൊരു ബാലിശമായ ആർഗ്യുമെന്റ് ആണ്. നരേന്ദ്രമോദി ഓരോ വകുപ്പിലും കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാറുണ്ട്, തിരക്കാറുണ്ട്. നമുക്കറിയാം ഇവിടെ എന്ത് സംഭവിച്ചത് എന്താണ്. ഫ്രാൻസിന്റെ പ്രതിരോധ സെക്രട്ടറിയുടെ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളോട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഒരു
ഒരു എന്താ പ്രഭാകരൻ ഓഫീസിലെ ഒരു ജാവേദ് അഷറഫ് എന്ന് പറയുന്ന ഒരു സെക്രട്ടറി സംസാരിച്ചു ഇതിന്റെ പ്രോഗ്രസ്. അക്കാര്യം ഔദ്യോഗിക രേഖകളിൽ തന്നെ ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടു. അതാണ് ഈ പറഞ്ഞ ഒരു വിവാദം പറഞ്ഞത്. അത് ചുമ്മാ രഹസ്യമല്ല. രഹസ്യമാണെങ്കിൽ അതിൻ്റെ അത് രേഖപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. മോഹൻകുമാറെ രേഖപ്പെടുത്തി. അപ്പം അതിന്റെ താഴെ ഇവിടുത്തെ ഈ അഴിമതി അല്ല, ഈ വ്യാജ ഈ രേഖ പുറത്തു പോയത് അന്വേഷിക്കുന്ന പറഞ്ഞ കാര്യം ഹിന്ദു പത്രത്തിനകത്ത് ആ മോഹൻകുമാറിന് നോട്ട് എഴുതിയുള്ളൂ. അതിന് അടിയിൽ അന്നത്തെ പ്രതിരോധ മന്ത്രി എഴുതി. അതിൽ കാര്യമില്ല. പ്രധാനമന്ത്രി ഇതിന്റെ പ്രോഗ്രസ് ചോദിച്ചതേ ഉള്ളൂ. അതിന് അധികാരം പ്രധാനമന്ത്രിക്ക് ഉണ്ടെന്ന് പ്രതിരോധ മന്ത്രി എഴുതി. അവിടെ ആ ഫയൽ അതുകൊണ്ട് പ്രധാനമന്ത്രി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ വാക്ക് താങ്കൾ പരാമർശിക്കുന്നതില്ല. വിലപേശൽ ശേഷി എന്ന് പറയുന്ന ഒരു തന്ത്രപരമായ വൈദഗ്ധ്യമുള്ള ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം അത് വ്യക്തിപരമായി കൈകാര്യം ചെയ്യാൻ അങ്ങനെ വ്യക്തിപരമല്ലല്ലോ. പ്രധാനമന്ത്രി ഓഫീസിലെ ഉദ്യോഗസ്ഥനല്ലേ, അതെങ്ങനെ വ്യക്തിപരമാവും? ജാവേദ് അഷറഫ് പറഞ്ഞ ജോയിന്റ് സെക്രട്ടറിയാണ് ചോദിച്ചത്, അല്ല പ്രധാനമന്ത്രി വിളിച്ച് ചോദിക്കാനല്ലോ. ഓഫീസ് എന്ന് പറഞ്ഞ സംവിധാനമല്ലേ, പ്രധാനമന്ത്രിമാര് മാറും. ഇതെനിക്ക് മനസ്സിലാകുന്നില്ല. ഇതെന്താ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഒരു ഇതിന്റെ അകത്ത് ഉദ്യോഗസ്ഥൻ ചോദിച്ചു, അത് രേഖപ്പെടുത്തി, അതെങ്ങനെ അഴിമതിയാകും? ഞാൻ പറഞ്ഞത് അത് അഴിമതിയാണെങ്കിൽ ആ രേഖയും കൂടെ സുപ്രീം കോടതി പരിശോധിക്കട്ടെന്ന്. അതിനൊന്ന് ആർക്ക് തർക്കം? ആ രേഖയും കൂടെ പരിശോധിക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ടെന്ന് ഇന്ന് ജോസഫ് സാർ പറഞ്ഞു, ജസ്റ്റിസ് പറഞ്ഞു, അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു വെറുതെ അഴിമതിയായെന്ന് നാട്ടുകാർ ഇതിനകത്ത് എവിടെ അഴിമതി? ഇപ്പൊ സമ്പത്ത് സാറൊക്കെ പറഞ്ഞ എന്താണ് ഇതെന്താണ് ഈ അഴിമതി കാണിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ 136 വിമാനം മേടിച്ചാൽ വലിയ രീതിയിലുള്ള ലാഭം കിട്ടുമായിരുന്നല്ലോ. സംഖ്യ കുറയ്ക്കുകയായിരുന്നു, 36ലേക്ക് ആക്കുകയായിരുന്നു. അപ്പം വലിയ അഴിമതി കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 136 മേടിച്ച് അത്രയും തുക കിട്ടുന്നില്ലേ? അപ്പൊ തന്നെ അഴിമതി അല്ല എന്നുള്ള സിമ്പിൾ ആ സാധാരണക്കാരന് മനസ്സിലാകുന്ന കാര്യം അതാണ്. 136 എണ്ണം മേടിക്കുമ്പോൾ കിട്ടുന്ന ലാഭമാണോ 36 എണ്ണം മേടിക്കുമ്പോഴാണോ അഴിമതി ഒരാൾക്ക് ലാഭം കൂടുതൽ കിട്ടുന്നത്? ഇവിടെ സംഭവിച്ചത് എന്താണ്? 2007 ഇങ്ങനെ പ്രതിരോധ വകുപ്പിന് നമ്മുടെ സൈന്യത്തിന് ആവശ്യം നല്ല രീതിയിലുള്ള എക്യുപ്മെന്റ്സ് ഇല്ല എന്നും പറഞ്ഞുള്ള ഈ ഇടതുപക്ഷത്തോടെ സപ്പോർട്ട് ചെയ്ത UPA സർക്കാരാണ് ഇത്തിരി വിമാനം മേടിക്കാൻ തീരുമാനിച്ചത്. അതുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ തന്നെ 136 വിമാനം മേടിക്കാനായിരുന്നു ആഗ്രഹവും അത് ചർച്ചകളുമല്ല. പക്ഷേ 134 18 എണ്ണം മാത്രം ഫ്രാൻസിൽ നിന്ന് തരിക, ബാക്കി ഇന്ത്യയിൽ നിർമ്മിക്കുക. 10 വർഷം 6-7 വർഷം കഴിഞ്ഞിട്ട് ഇവർക്ക് ഈ ഇന്ത്യയെ നിർമ്മിക്കുന്നതിന്റെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. PM സുരേഷ് ബാബു, നിങ്ങളിലേക്ക് ഈ രാജ്യത്ത് ഒരു പക്ഷേ പലപ്പോഴും ഇങ്ങനെ വാദങ്ങൾ ഉണ്ടാകുമ്പോൾ തുടങ്ങി വെക്കുന്നത് അല്ലെങ്കിൽ BJP നടത്തുന്ന ഒരു വലിയ ക്യാമ്പയിനാണിത്. പലപ്പോഴും എല്ലാ അഴിമതികളും കോൺഗ്രസ് നടത്തുന്നു, പല ഇലക്ഷനും സമയമാകുമ്പോൾ അത് BJPക്കെതിരെ വാദം ഉന്നയിക്കുന്നു. ഇപ്പോഴും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണ്, UPA ആണ് ഈ ചർച്ചകളെല്ലാം തുടങ്ങി വെച്ചത്. എങ്കിൽ ഏറ്റവും വലിയ അഴിമതിക്കാർ നിങ്ങളല്ലേ? അതിൽ പക്ഷേ BJP തുടർന്നെടുത്ത നിലപാടുകളും ആ കച്ചവടത്തിലേക്ക് പോകുന്നതുമെന്നും അദ്ദേഹം ഗൗരവത്തിലേക്ക് കാണുന്നില്ല, അഴിമതി എന്ന ഭാഗം തള്ളിക്കളയുകയും ചെയ്യുന്നു. PM സുരേഷ് ബാബു, ഇതിനൊക്കെ എന്താ ഒരു മറുപടി കൃത്യമായിട്ട് പറയേണ്ടുന്നതെന്ന് എനിക്കറിയില്ല. ഞാനൊരു കാര്യം ഈ കാര്യത്തിൽ നമുക്ക് എടുക്കാവുന്നൊരു തീരുമാനം എന്താണ്, ഇതിനകത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് നമ്മുടെ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഒന്ന് പ്രധാനമായും 126 എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റിൽ പോയി കുറച്ച് വില പറഞ്ഞു, ആ വില പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയുടെ അടിസ്ഥാനത്തിൽ കിട്ടാവുന്ന നമ്മുടെ അടുത്തുള്ള കയ്യിലുള്ള പൈസക്ക് വില പറയുന്ന സാധനമല്ല. 126 വിമാനം യുദ്ധവിമാനം വേണം എന്നുള്ളത് ദാറ്റ് ഇസ് എ റിക്വയർമെന്റ് ബൈ ദി നേവി, എയർഫോഴ്സ്. ദാറ്റ്സ് എ റിക്വയർമെന്റ്. അവരുടെ കാര്യങ്ങളിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി യുദ്ധവിമാനങ്ങൾ വാങ്ങാത്ത സാഹചര്യത്തിൽ 126 വിമാനം വേണം എന്ന ഒരു തീരുമാനം എയർഫോഴ്സ് ആണ് ഗവൺമെന്റിന്റെ മുമ്പിൽ വെക്കുന്നത്. അപ്പൊ എയർഫോഴ്സിന്റെ അകത്ത് നിന്ന് ഒരിക്കൽ പോലും 126 താഴെ മതി എന്ന് പറഞ്ഞിട്ടില്ല. ആ തീരുമാനം തന്നെ തെറ്റ്. അത് 36 കുറക്കാൻ യഥാർത്ഥത്തിൽ രാജ്യസ്നേഹമുള്ള ഈ രാജ്യത്തിന്റെ ഡിഫൻസിനോട് കൂറുള്ള ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്നതല്ല. ഒന്ന്. രണ്ട്, ഇത് ടെൻഡറാണ്. ടെൻഡറിൽ വന്നപ്പോ അതിനകത്തുള്ള ധാരാളം കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നീണ്ടുപോയി, ഓരോന്നും നീണ്ടുപോയി. എഫിഷ്യൻസിയെ കുറിച്ച്, നെസസിറ്റിയെ കുറിച്ച്, അതിന്റെ ഡെലിവറി ഡേറ്റിനെ കുറിച്ച്, ഡെലിവറി പ്രൊസീജിയറിനെ കുറിച്ച്, ഇങ്ങനെ ചർച്ചകൾ ഓരോന്നോരോന്നായി വന്നു. ആ ചർച്ചകൾ നീണ്ടപ്പോ നടത്തിയിട്ടുള്ള കാര്യങ്ങളിൽ എറൈവ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് എറൈവ് ചെയ്തിട്ടുള്ളത്? 18 എണ്ണം ഫ്ലൈ അവേ കണ്ടീഷനിൽ നമ്മൾ വാങ്ങുക, ബാക്കി 108 എണ്ണം ഇന്ത്യ രാജ്യത്ത് ഉള്ള HAL-യുമായി കൂട്ടിച്ചേർന്ന് നിർമ്മിക്കുക, അതിന് വേണ്ടുന്ന ടെക്നോളജി ട്രാൻസ്ഫർ നടത്തുക. ഇതിന്റെ ഓരോന്നിന്റെയും വിലയുടെ 50%
വരുന്ന തുക ഇന്ത്യക്കകത്ത് ചെലവഴിക്കുക എംപ്ലോയ്മെന്റ് ജനറേഷന്റെ ഭാഗമായി. ഇങ്ങനെ നിരവധി ചെറിയ ചെറിയ കണ്ടീഷനുകൾ വെച്ചു. അങ്ങനെ വെച്ച കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ വാങ്ങപ്പെടുന്ന വിമാനങ്ങളുടെ വില റഫ്ലി 550 കോടി രൂപ ഒന്നിന് പെർ പീസ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ പെട്ടെന്നൊരു അഴിമതി ആരോപണം അവിടെ വന്നു. ഈ 2014 തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നതിന്റെ ഒരു സാഹചര്യത്തിലാണ് വന്നത്. ഉടനെ തന്നെ അതിന് അന്വേഷണത്തിന് ഉത്തരവിട്ടു കേന്ദ്രത്തിലെ ഭരണകൂടം. അങ്ങനെ അത് നീണ്ടു. പിന്നീടുള്ള സംഭവങ്ങളാണ് ഓരോന്നുണ്ടായത്. ആ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് ഇവിടെ നടന്നിരിക്കുന്നത്? 36 കുറക്കപ്പെടുന്നു. ആ 36 കുറക്കപ്പെടുന്ന വിമാനത്തിന് പെർ പീസ് വില 1600 കോടി ആകുന്നു. ഇതൊന്നും അഴിമതിയല്ലെങ്കിൽ പിന്നെ അവരോട് നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇതൊന്നും അഴിമതിയല്ല, ഇതൊന്നും ആവശ്യമില്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവിടെ തന്നെ നെഗോസിയേഷന്റെ ബാർഗൈനിങ് കപ്പാസിറ്റി കുറക്കപ്പെടുന്നു എന്ന് ഡിഫൻസ് വകുപ്പ് അതിന്റെ ഉദ്യോഗസ്ഥന്മാർ, നെഗോഷിയേറ്റിംഗ് ടീമുണ്ട്, ഡിഫൻസ് പർച്ചേസ് റൂളിന്റെ ഡിഫൻസ് പർച്ചേസ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ ആർഗ്യുമെന്റ് നെഗോസിയേഷൻ കപ്പാസിറ്റി കുറയുന്ന ഒരു സാഹചര്യം പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്നുള്ള നേരിട്ട് ഇടപെടലുകളിലൂടെ ഉണ്ടാകുന്നു എന്ന് ഒഫീഷ്യലായി ഡിഫൻസ് സെക്രട്ടറി മന്ത്രിക്ക് കത്ത് കൊടുക്കുകയാണ്. ആ മന്ത്രി പറയുന്നത് എനിക്കൊന്നും കഴിയില്ല, എനിക്കതൊന്നും അറിയില്ല, നമ്മളെക്കാൾ മുകളിലുള്ള ആളുകളാണ്, പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്, യു ക്യാൻ സ്ലീപ്പ് ഓവർ, അത് അവർ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു തരത്തിൽ തങ്ങളുടെ ഉത്തരവാദിത്വം ശ്രീ മനോഹർ പരീഖ് ഒഴിവാകുന്നു. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ഈ രാജ്യത്ത് നടന്നിട്ടുള്ളതിനെ കൊണ്ട് അതിലൊന്നും യാതൊരു അഴിമതിയും ഇല്ലെന്നും ഈ ഒരു പ്രൈസ് എക്സലേഷനിലൂടെ 30,000 കോടി ഉറുപ്പികയുടെ അധിക ചെലവ് ഉണ്ടാക്കപ്പെടുകയാണ്. അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല. ഇവരുടെ ഈ റഫേൽ കമ്പനിക്ക് നേരത്തെയുള്ള പർച്ചേസ് ഓർഡർ ഫുൾഫിൽ ചെയ്യാനുള്ള സമയം, രാജ്യം, അത് അവരുടെ പെർ ഇയർ കപ്പാസിറ്റി, പ്രൊഡക്ഷൻ കപ്പാസിറ്റി, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ഇത്രയൊന്നും എത്താൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുന്നു. അതൊന്നും ഇപ്പൊ തൽക്കാലം ചർച്ചയ്ക്കില്ല. പെർ പീസിന്റെ വില വർധനവിലൂടെ രാജ്യത്തിന്റെ എക്സ്ചക്കർ, ഇവിടെ തന്നെ ഈ ചർച്ചയിൽ വന്നല്ലോ, ഇന്ത്യ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം നടന്ന ഏറ്റവും വലിയ യുദ്ധ സാമഗ്രികളുടെ ഇടപാട് ആണ് ഈ ഇടപാടിലൂടെ ഉണ്ടായത്. അതിനകത്ത് 30,000 കോടി ഉറുപ്പികയോളം വരുന്ന കോടി ഉറുപ്പികയുടെ അഴിമതി നടന്നിരിക്കുന്നു. നമ്മുടെ ബോഫേഴ്സ് 67 കോടിയോ 73 കോടിയോ മറ്റോ ആയിരുന്നു. അതിനാണ് ലോകം മുഴുവൻ അത്തരമൊരു അഴിമതിയെക്കുറിച്ചൊക്കെ പറഞ്ഞു നടന്നിരുന്നത്. ഞാനതൊന്നും ഇവിടെ അനുസ്മരിപ്പിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ രംഗത്ത് നടന്നിട്ടുള്ള അഴിമതിയെക്കുറിച്ച് ഗൗരവമില്ലാത്ത സമീപനം സ്വീകരിക്കുന്നത് രാജ്യത്തോട് തന്നെ കൂറുള്ള ഒരാൾക്ക് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ. ഡോക്ടർ സമ്പത്ത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു വെച്ച ഒരു പ്രധാന വിഷയമുണ്ട്. PM സുരേഷ് ബാബു ഒക്കെ അത് പരാമർശിച്ചു പോയതുമാണ്. ഒരു രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രാലയം അതിന്റെ വിലപേശൽ എന്ന് പറയുന്നത് ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു പാർട്ട് കൂടിയാണ്. അത് അട്ടിമറിക്കപ്പെടുന്നു എന്ന ചോദ്യം മുന്നിലേക്ക് വെക്കുമ്പോൾ ശ്രീകുമാർ ക്ഷോഭിതനാവുകയാണ്. കാരണം ഒരു പ്രധാനമന്ത്രിയാണ്. അല്ല, തീർച്ചയായും താങ്കൾ അങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്. പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇടപെട്ടതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. കാരണം സമ്പത്തൊക്കെ പല വേദിയിലും തുറന്ന് പറയുന്നത് പല ആവശ്യങ്ങളോടും മറുപടി പറയാൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി എത്തുന്നില്ല എന്നാണ്. അങ്ങനെ ഒരാൾ ഇത്ര പേഴ്സണലായി, ഇത്ര സീക്രട്ടായി ഈ കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ സംശയങ്ങളെ ഈ ചർച്ചയ്ക്ക് മുന്നിൽ വെച്ചുള്ളൂ. ഇതിൽ അഡ്വക്കേറ്റ് സുരേഷ് ബാബു ഇതിൻ്റെ കുറച്ച് ചരിത്രം പറയുകയുണ്ടായി. ശ്രീകുമാർ പറഞ്ഞതിൽ വസ്തുതാപരമായ ചില പിശകുകളുണ്ട്. ഒന്ന്, ഇത് വാസ്തവത്തിൽ NDA ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഇന്ത്യൻ എയർഫോഴ്സ് നമുക്ക് ഇതിൽ തന്നെ ഇത്തരത്തിലുള്ള ഈ വിമാനങ്ങളെ ഹെവി വെയ്റ്റ് എന്നും മിഡിൽ ഹെവി വെയ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കാറ്റഗറിയിലാണ് പെടുത്തുക. ഇത് വാസ്തവത്തിൽ മിഡ് ഹെവി വെയ്റ്റ് എന്നൊക്കെ പറയാവുന്ന അത്തരത്തിലുള്ളൊരു കാറ്റഗറിയിൽ വരുന്നതാണ് ഈ യുദ്ധവിമാനം. അത് വാസ്തവത്തിൽ നമുക്ക് ഈ അത്യന്താധുനികമായിട്ടുള്ള ഈ ശേഷിയുള്ള യുദ്ധവിമാനങ്ങൾ ആവശ്യമുണ്ട് എന്ന് ശ്രീ വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുന്ന വേളയിൽ ഇന്ത്യൻ എയർഫോഴ്സ് മുന്നോട്ട് വയ്ക്കുകയാണ്. അതിനുശേഷം അധികാരത്തിൽ വന്ന 1ാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഇത് ഏതെല്ലാം യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള കമ്പനികളെ അത്തരത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അന്ന് 6 കമ്പനികളാണ്, ദസോ ഉൾപ്പെടെ 6 കമ്പനികളാണ് അതിൽ വാസ്തവത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട് വന്നത്.
അതിനുശേഷം ഈ 2012 ജനുവരി 31, 2012 എന്ന് പറയുമ്പോൾ 2ാം UPA ആണ്. അന്ന് ഈ ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയുള്ള 1ാം UPA അല്ല. ഇത് 2012 വാസ്തവത്തിൽ ഇത് സംബന്ധിച്ച് ഇത് ഒപ്പുവെച്ചിട്ടില്ല. അന്ന് ഇക്കാര്യത്തെ സംബന്ധിച്ചുണ്ടായ ധാരണ, ആ ധാരണ എന്ന് ഞാൻ പറയുമ്പോൾ ഇതിൽ ഈ മത്സരത്തിൽ 6 കമ്പനികളിൽ നിന്ന് അതിൽ ഇവരുടെ ലോവസ്റ്റ് ബിഡ്, അതുപോലെ ഇന്ത്യൻ എയർഫോഴ്സ് വെച്ച ചില നിർദ്ദേശങ്ങൾ അതെല്ലാം വെച്ചിട്ട് MMRCA ഇക്കാര്യത്തിൽ വരുന്നത്, അതിൽ വാസ്തവത്തിൽ വിജയിച്ചത് ഈ റഫേൽ ആയതുകൊണ്ട് 126 യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ അതിൻ്റെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ആ ഓപ്ഷൻ എന്നുള്ളത് 63 എണ്ണം കൂടി വീണ്ടും വാങ്ങുന്നതിന് വേണ്ടി, അതിൽ തന്നെ ആദ്യത്തെ 18 എണ്ണം ഈ ദസോ ഏവിയേഷൻ നമുക്ക് ഫുള്ളി ബിൽറ്റായി അങ്ങനെ നൽകുമെന്നും 108 എണ്ണം എന്നുള്ളത് അത് ടു ബി മാനുഫാക്ചർഡ് അണ്ടർ ലൈസൻസ് ബൈ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് HAL. ഇവിടെയാണ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം, HAL പൂർണ്ണമായി ഇവിടെ ഒഴിവാക്കപ്പെടുക. ഇന്ത്യയുടെ വ്യോമയാന രംഗത്ത് അത് നമ്മുടെ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പോലും HAL നിർമ്മിക്കുമ്പോൾ HALനെ ഇവിടെ പൂർണ്ണമായി ഒഴിവാക്കുകയാണ്. ഇത് മാത്രമല്ല, ഇത് മുന്നോട്ട് പോകുന്ന വേളയിൽ, ഇതൊരു വളരെ നീണ്ട ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല, ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ ദസോ ഈ HALുമായിട്ടുള്ള ഇത്തരം ഒരു കാര്യത്തിനും വൈമുഖ്യം പ്രകടിപ്പിക്കാൻ, അതെന്തുകൊണ്ട് എന്നുള്ളതെല്ലാം ദുരൂഹമാണ്. അത് സംബന്ധിച്ച് നമ്മൾ വീണ്ടും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ജനുവരി 2014 ആകുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്നുള്ളത് $30 ബില്യൺ എന്നുള്ള നിലയിലേക്ക് വർദ്ധിക്കുകയാണ്. $30 ബില്യൺ, $30 ബില്യൺ ഇത് വർദ്ധിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വർധനവ് ഇങ്ങനെ വരുന്നതിനെ തുടർന്ന് തന്നെ അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആൻ്റണി ഇത് സംബന്ധിച്ച് ഇതിൻ്റെ പ്രൊസീജിയർ, ഇതിൻ്റെ ലൈഫ് സൈക്കിൾ, ഇതിൻ്റെ കാൽക്കുലേഷൻ, ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായ പഠനം വേണം എന്ന് പറയും. ഇത് വീണ്ടും നീണ്ടുപോകുന്നു. അടുത്ത് NDA ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രതിരോധ മന്ത്രി ശ്രീ മനോഹർ പരീക്കർ ഈ വിമാനം തന്നെ വേണമോ എന്നുള്ള കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നു. മനോഹർ പരീക്കർ ഇക്കാര്യത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഇതിന് എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ആൾട്ടർനേറ്റീവ് ആയി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം റഷ്യൻ ബിൽട്ടായിട്ടുള്ള സുഖോയ് Su-30 MKI എന്ന യുദ്ധവിമാനം നമുക്കായാലോ എന്നുള്ളത്. അപ്പോഴാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടൽ കൂടുതൽ ശക്തമാകുന്നത്. ഇത് പോരാ, ഇത് തന്നെ വേണം എന്നുള്ള നിലയിലേക്ക് വരുന്നത്. ഇത്തരം കാര്യങ്ങളിലേക്ക് പിന്നെ അടുത്ത് പ്രധാനമന്ത്രിയുടെ പാരീസ് സന്ദർശനവും ആ പാരീസ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളും. ഇവിടെ ഒരു സാമാന്യ യുക്തിക്ക് നിരക്കാത്തതായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുകയാണ്. 126 യുദ്ധവിമാനങ്ങൾ, ഒപ്പം 63 എണ്ണത്തിൻ്റെ അഡീഷണൽ ഓപ്ഷൻ കൂടിയുള്ളത്. ആ 126 എന്നുള്ളത് 36 എണ്ണത്തിലേക്ക് കുറഞ്ഞാൽ ഇന്ത്യയുടെ വ്യോമയാന രംഗത്ത് നമുക്കുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിയുമോ, അതല്ലാതെ കുറയുകയാണോ ചെയ്യുന്നത്? ഇപ്പോൾ BJP നേതാക്കൾ പറയുന്നത് പോലെ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നാണ് പറയുന്നത് എങ്കിൽ 36 എണ്ണം കൊണ്ട് 126 + 63 എന്നുള്ളത് കൊണ്ട് ചെയ്യാവുന്ന കാര്യം ചെയ്യാനായി കഴിയില്ല. ഇത്ര വിശാലമായ ഒരു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ആകാശം സംരക്ഷിക്കാനും തീരം സംരക്ഷിക്കാനും കഴിയില്ല. അങ്ങനെയാണ് എങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഏതെങ്കിലും കമ്പനികളുമായി നാം അത്തരത്തിലുള്ള ഒരു കൂടിയാലോചനയെങ്കിലും നടത്തിയിട്ടുണ്ടോ? കൂടിയാലോചന ഒരിക്കലും കരാറാകുന്നില്ല, കൂടിയാലോചന മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആകുന്നില്ല. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായ പഠനം വാസ്തവത്തിൽ അനിവാര്യമാണ്. ശ്രീ സുരേഷ് ബാബു നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ളതിൽ കുറേ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ അതിൻ്റെ ആ നാൾവഴികൾ, ദ ഹിസ്റ്ററി എന്നുള്ളത് ഇതിനെ സംബന്ധിച്ച് ഞാനിത് കൂട്ടിച്ചേർക്കുക മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്കറിയാനുള്ളൊരു അവകാശമുണ്ട് ഇന്ത്യൻ പൗരന്മാർക്ക്. ആ അറിയാനുള്ള അവകാശം എന്നുള്ളത് എൻ്റെ പണം, ഈ രാജ്യത്തിൻ്റെ പണം നിങ്ങൾ ഇത്തരത്തിൽ വിദേശത്തൊരു കമ്പനിക്ക് നൽകുമ്പോൾ ആ കമ്പനിക്ക് എന്തിനു നൽകി? ആ നൽകിയത് നേരത്തെ തന്നെ ഈ പറയുന്ന ഇതിൻ്റെ നീഡ്, ആവശ്യം, അതിൻ്റെ ക്വാളിറ്റി എന്നുള്ള, അതിൻ്റെ ഗുണമേന്മ എന്നുള്ളത്, അതിൻ്റെ വില എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്. അല്ലാതെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ തുറന്നു തന്നെ പറയാം, ഈ ഒരു ചർച്ചയിൽ തുറന്നു പറയാം. ശ്രീകുമാറിനോടും അതുപോലെ തന്നെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനോടും സുരേഷ് ബാബു ചേട്ടനോടുമുള്ള എല്ലാ സ്നേഹത്തോടും കൂടി തന്നെ പാർലമെൻറ്റിൻ്റെ പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗമായിരിക്കുന്ന വേളയിൽ ഇപ്പോൾ അത് പറയാം, കാരണം അത് ഡീക്ലാസിഫൈഡ് ആണ്, സീക്രട്ട് അല്ല. 11ാം ലോക്സഭയുടെ കാലത്ത് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ച് വരുന്നത് ആ ഒരു സമയത്താണ്. 11ാം ലോക്സഭയിലാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സേവിയർ റക്കൽ സാറിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹം ജയിച്ചു വരുന്നത്. ഒരു ചെറിയ ഇടവേളയിൽ നമ്മൾ ഉണ്ടായിരുന്നല്ലോ. അന്ന് ഞാൻ ഡിഫൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ്. എനിക്കറിയാവുന്ന കാര്യമാണ് ഇന്ത്യ ആണവ അന്തർവാഹിനി നിർമ്മിക്കുന്നുണ്ട് എന്നുള്ളത്. എവിടെയാണ് ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നത് എന്നും ഞാൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾക്കറിയാമായിരുന്നു. ഞങ്ങൾ ആരും തന്നെ ഒരിക്കലും, താങ്കൾ ഉൾപ്പെടെയുള്ളവർ ഒരിക്കലും പാർലമെൻറ്റിൽ ഒരു ചോദ്യവും ഒരു ചർച്ചയും ഇത് സംബന്ധിച്ച് ചോദിച്ചിട്ടില്ല. നമ്മുടെ എല്ലാം ദേശസ്നേഹവും നമ്മുടെ ദേശീയ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ബോധവും ഇത്തരം കാര്യങ്ങൾ നമുക്കറിയാവുന്നത് നാം അറിയുന്നു. നാം കണ്ടതും നാം കേട്ടതുമെല്ലാം അത് പങ്കുവയ്ക്കേണ്ടതല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പങ്കുവച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ മറവിൽ ചില ആളുകൾക്ക് രാജ്യത്തെ കൊള്ളയടിക്കാൻ കൂട്ടുനിൽക്കാൻ നമുക്കൊരിക്കലും
കഴിയില്ല. കാരണം ഈ ആംസ് ആൻഡ് അമ്മ്യൂണിഷൻസിൻ്റെ ഡീലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇടപാടുകളാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കള്ളപ്പണം ഉണ്ടാക്കുകയും വ്യാപരിക്കുകയും ചെയ്യുന്ന ഒരു മേഖല. അതിനേക്കാൾ കൂടുതലുള്ളത് മനുഷ്യക്കടത്താണ്. ഇവിടെ ഈ പറയുന്ന ഒരു കാര്യത്തിൽ ഇന്ത്യ അറിഞ്ഞോ അറിയാതെയോ പങ്കാളിയായി എന്ന് നാം അങ്ങനെ ഖേദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഇവിടെ ഈ ചോദ്യങ്ങൾ പാർലമെന്റിൽ മറുപടി നൽകപ്പെട്ടിട്ടില്ല. കോടതി മുമ്പാകെ വന്നപ്പോൾ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയും കോടതിയിൽ സത്യവിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും ചെയ്തതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റ് തന്നെ മാറ്റി പറയേണ്ടി വന്നത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന്, കോടതിയിൽ കള്ളം പറഞ്ഞതിന്, കോടതിയിൽ സത്യവിരുദ്ധമായ പ്രസ്താവന നടത്തിയതിന്, കോടതിയലക്ഷ്യ നടപടികളെ നേരിടേണ്ടി വരുന്ന ഒരു മാനക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെയാണ് സെബാസ്റ്റ്യൻ. അവസാനമായി ഒരു കാര്യം കൂടി, ഇന്ന് വളരെ പ്രസക്തമായി ഒരുപക്ഷെ നമ്മളെയൊക്കെ ബാധിക്കുന്ന നിലയിൽ ഉണ്ടായ ഒരു പ്രശ്നം, അത് ഇന്ത്യയിലെ മാധ്യമങ്ങളെ കൂടി പ്രതി ചേർക്കപ്പെടണമെന്ന നിലയിലേക്ക് വാദങ്ങൾ AG കോടതിയിൽ ഉന്നയിക്കുകയാണ്. ഈ വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു. അതീവ രഹസ്യ സ്വഭാവമുള്ള രേഖകളാണ് കോടതിക്ക് മുന്നിൽ എത്തിയത്. ഇതൊരു കാരണവശാലും പുറത്തു പോകാൻ പാടില്ല, ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പരമോന്നത കോടതി ഒരു കേസും രജിസ്റ്റർ ചെയ്യാൻ പാടില്ല, അന്വേഷണം തീരുമാനിക്കാനും പാടില്ല. അതുകൊണ്ട് തന്നെ ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഒരുപക്ഷെ കോടതിയെ സ്വാധീനിക്കാൻ വേണ്ടിയായിരിക്കും. അതുകൊണ്ട് പത്രങ്ങൾ കൂടി പ്രതിയാക്കപ്പെടണമെന്നൊക്കെ കോടതിയിൽ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ ഈ ഘട്ടത്തിൽ തിരിച്ചറിയേണ്ടത്? പ്രശാന്ത് ഭൂഷൺ പറയുന്നത് ഈ ഭീഷണിയുടെ സ്വരമാണ് ഇതെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുമുണ്ട്. സെബാസ്റ്റ്യൻ പോൾ. അത് ഇവിടെയുള്ളത് ഔദ്യോഗിക രഹസ്യ നിയമം അനുസരിച്ച് രഹസ്യമായി സൂക്ഷിക്കേണ്ടതായ ഒരു രേഖ പരസ്യമാക്കപ്പെട്ടിരിക്കുന്നു. അത് മന്ത്രാലയത്തിൽ നിന്ന് അപഹരിക്കപ്പെട്ടു എന്നാണ് അറ്റോർണി ജനറൽ കോടതിയിൽ പറഞ്ഞത്. അത് ഒരു പത്രത്തിൽ അച്ചടിച്ച് വരികയും ചെയ്തു. ആ സാഹചര്യത്തിൽ ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചു, ഈ കേസിനെ രണ്ടായി നമ്മൾ കാണണം. അതിലൊരു വശമെന്നുള്ളത് ആ രേഖ അപഹരിച്ചതിനെതിരെ നിയമപരമായ നടപടിയോ അല്ലെങ്കിൽ അന്വേഷണമോ അതിനെ തുടർന്ന് പ്രോസിക്യൂഷനോ ഒക്കെ നടത്തുന്നതിനുള്ള അധികാരം ഗവൺമെന്റിനുണ്ട്. മറ്റൊന്ന്, ആ അപഹരിക്കപ്പെട്ട രേഖ അനധികൃതമായി ഒരു മാധ്യമത്തിൽ അച്ചടിച്ചു വന്നുവെങ്കിൽ അത് തടയുന്നതിന് നിയമപരമായ നടപടി സ്വീകരിക്കുന്നതിനുള്ള അധികാരവും ഗവൺമെന്റിനുണ്ട്. പക്ഷെ ഒരു കാര്യം അപ്പോഴും ബാക്കി നിൽക്കുന്നു. ഒരു മാധ്യമത്തോട് അവർ പ്രസിദ്ധപ്പെടുത്തിയ വാർത്തയുടെ ഉറവിടമെന്ത്, പ്രഭവം എന്ത്, സോഴ്സ് എന്ത് എന്ന ചോദ്യം ചോദിക്കാം. ഇന്ത്യൻ നിയമം അനുസരിച്ച് ആ ചോദ്യം ചോദിക്കാവുന്നതാണ്. ആ ചോദിച്ചാൽ മാധ്യമങ്ങൾ ഉത്തരം നൽകേണ്ടതാണ്. പക്ഷേ ലോകവ്യാപകമായുള്ള ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ ആ ചോദ്യത്തിന് ഉത്തരം നൽകാറില്ല, സോഴ്സ് വെളിപ്പെടുത്താറുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ അപഹരിക്കപ്പെട്ടു എന്ന് പറയുന്ന രേഖ അതെങ്ങനെ ഒരു മാധ്യമത്തിന് കിട്ടി, ഒരു പത്രത്തിന് കിട്ടി എന്ന ചോദ്യത്തിന് ആ പത്രാധിപർ ഉത്തരം നൽകാതിരിക്കാനാണ് സാധ്യത. അപ്പോൾ അവിടെ ഒരു പ്രോസിക്യൂഷന് സാധ്യതയുണ്ട്. അതൊക്കെ വേറെ വശങ്ങൾ തന്നെയാണ്. അതൊന്ന് രാജ്യരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളോ. പക്ഷെ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകണമെങ്കിൽ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് ഈ രേഖകൾ പുറത്തുപോയവർക്കെതിരെ എന്ത് നടപടി എടുത്തു എന്ന് കോടതി ചോദിക്കുമ്പോൾ അവിടെ നിശ്ചലമായി പോയി എന്നുള്ളതാണ് വസ്തുത. ഈ തത്വങ്ങൾ അത് മറച്ചു വയ്ക്കാൻ കഴിയില്ല. തീർച്ചയായും ഈ ചർച്ച നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയം ആയിരിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത വിശിഷ്ട അതിഥികൾക്കെല്ലാം നന്ദി. ഏതായാലും കോടതിയുടെ വളരെ സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. കൊടിയ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ മുട്ടാപ്പോക്ക് പറഞ്ഞ അന്വേഷണം നടത്തരുതെന്ന് പറയാൻ ആർക്ക് കഴിയും എന്ന് തന്നെയാണ് ഒരു പക്ഷേ സുപ്രീം കോടതി ഇന്ന് പറഞ്ഞു വെച്ചത്. റഫേലിൽ കോടതിക്ക് മുന്നിലെത്തിയത് മോഷ്ടിച്ച രേഖകളെന്ന് കേന്ദ്രം പറഞ്ഞു. മോഷണം മുതൽ പരിശോധിക്കാൻ അധികാരമുണ്ടെന്ന് കോടതിയും പറഞ്ഞു. രാജ്യസുരക്ഷ പറഞ്ഞ ഗുരുതര അഴിമതികളെ മറച്ചുപിടിക്കാൻ ശ്രമിക്കരുത് എന്ന് സുപ്രീം കോടതി ആവർത്തിക്കുകയായിരുന്നു ചെയ്തത്. ഏതായാലും ഈ വിഷയം വരുന്ന നാളുകളിൽ വീണ്ടും രാജ്യത്തെ സാധാരണക്കാരുടെ ഇടയിൽ ആശങ്കയായി നിൽക്കും. ഇതിന് കൃത്യമായ മറുപടികളും വിശദീകരണങ്ങളും കേന്ദ്രം നടത്തിയേ മതിയാകൂ. പ്രത്യേകിച്ചും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായി നിൽക്കുന്നു. ഏതായാലും ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു. അതിഥികൾക്കെല്ലാം നന്ദി.